ഹായ് ഫ്രണ്ട്സ്, പിന്നക്കൽ അക്കാഡമി മലയാളം ട്യൂട്ടോറിലോട്ട് എവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് മോഷൻ അലോങ് എ സ്ട്രെയിറ്റ് ലൈനിലെ ഗ്രാഫിനെ കുറിച്ചായിരുന്നു. അതിനകത്ത് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫും അതുപോലെ തന്നെ വെലോസിറ്റി ടൈം ഗ്രാഫും നമ്മൾ പഠിച്ചായിരുന്നു. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ആക്സിലറേഷൻ ടൈം ഗ്രാഫും പിന്നെ ഗ്രാഫുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ എക്സാമിന് ഈ പ്രീവിയസ് ഇയർ ഒരു 4-5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കൂടുതൽ പ്രോബ്ലമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത്. അതിന് മുമ്പ് ആക്സിലറേഷൻ ടൈം ഗ്രാഫിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ തരാം. കാരണം 1-2 എക്സാമിന് ആക്സിലറേഷൻ ടൈം ഗ്രാഫ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആക്സിലറേഷൻ ടൈം ഗ്രാഫാണ്. ആക്സിലറേഷൻ ടൈം ഗ്രാഫ് എന്ന് പറയുന്നത് വൈ ആക്സിസിൽ ആക്സിലറേഷനും എക്സ് ആക്സിൽ എന്താണ് വരുന്നത്, ടൈമാണ് വരുന്നത്. നമുക്ക് ഒരു ഗ്രാഫ് നോക്കാം. ആക്സിലറേഷൻ ടൈം ഗ്രാഫ്. ഓക്കെ, ഇവിടെ ആക്സിലറേഷൻ, ഇവിടെ എന്താണ് ടൈം. ഇപ്പോൾ ഒരു യൂണിഫോം ആക്സിലറേഷൻ, ഒരു ബോഡി യൂണിഫോം ആക്സിലറേഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. t=0 to t=t1. അതിൻ്റെ ആക്സിലറേഷൻ എ ആണ്. സ്പീഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആക്സിലറേറ്റ് മോഷനാണ്. അപ്പോൾ ആ ഗ്രാഫ് എങ്ങനെ വരയ്ക്കാൻ നോക്കാം. ഇതിൻ്റെ ആക്സിലറേഷൻ മാറുന്നില്ല, എ ആണ്. എപ്പോഴും ആക്സിലറേഷൻ ഇതിൽ ചേഞ്ച് ഇല്ല. അപ്പോൾ ഗ്രാഫ് ഇങ്ങനെയായിരിക്കും വരുന്നത്. ഇപ്പോൾ ബോഡി പോകുന്നത് എങ്ങോട്ടേക്കാണ്, ഇങ്ങോട്ടേക്കാണ് ബോഡി പോകുന്നത്. അപ്പോൾ അതിൻ്റെ ആക്സിലറേഷൻ ടൈം ഗ്രാഫാണ് ഞാനിവിടെ വരച്ചിരിക്കുന്നത്. ഇനി ഒരു ആക്സിലറേഷൻ ടൈം ഗ്രാഫിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കാം, അതാണ് ഞാൻ പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. ഒരു ആക്സിലറേഷൻ ടൈം ഗ്രാഫിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത, അതിൽ നിന്ന് നമുക്ക് ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിലറേഷൻ കണ്ടുപിടിക്കാം. എന്താണ് ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്? അതായത് ഓരോ ടൈമിലെയും നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, ആക്സിലറേഷൻസ് കണ്ടുപിടിക്കാൻ കഴിയും. ഇനി ഇതും എന്ത് തന്നെയാണ്, ആക്സിലറേഷൻ ടൈം ഗ്രാഫാണ്. ഇത് നോൺ യൂണിഫോം എന്താണ്, ആക്സിലറേഷൻ ആണ്. ഇതിനെ ജെർക്കിംഗ് മോഷൻ എന്നാണ് വിളിക്കുന്നത്. നമുക്ക് തൽക്കാലം ഇതെന്തില്ല, പഠിക്കാനില്ല. നമുക്ക് യൂണിഫോം ആക്സിലറേഷൻ ആണ് നോക്കാനുള്ളത്. കാരണം ബോർഡിന് കൂടുതൽ ചോദിക്കുന്നത് ഈ ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ഗ്രാഫിൽ നിന്ന് എന്തൊക്കെ കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യം പറഞ്ഞു, ഒന്നാമത്തെ എന്താണ്, നമുക്ക് ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിലറേഷൻ കണ്ടുപിടിക്കാം. ഇപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്നാണെങ്കിൽ നമുക്ക് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയും, പൊസിഷൻ ടൈം ഗ്രാഫിനകത്താണെങ്കിൽ നമുക്ക് ഇൻസ്റ്റൻറ്റേനിയസ് പൊസിഷൻ കണ്ടുപിടിക്കാം. അതുപോലെ തന്നെയാണ് ആക്സിലറേഷൻ ടൈം ഗ്രാഫിൽ നിന്നും ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ ഏത് ടൈമിലെയും നമുക്ക് ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ കഴിയും. ഇനി രണ്ടാമത്തെ അതിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഏരിയ നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഈ ഗ്രാഫിൻ്റെ ഏരിയ കണ്ടുപിടിച്ച് നോക്കാം. നമുക്കറിയാം ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ. ലെങ്ത് ഇൻറ്റു എ, ബ്രെഡ്ത്ത് എന്താണ്, ഡെൽറ്റ ടി, അതായത് ചേഞ്ച് ഇൻ ടൈം, ഡെൽറ്റ ടി. ഓക്കെ, എന്താണ് എ ഇൻറ്റു ഡെൽറ്റ ടി? നമുക്കറിയാം എന്താണ് ആക്സിലറേഷൻ, ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എന്താണ്, വെലോസിറ്റി, ഡെൽ ബി ഡിവൈഡ് ബൈ എന്താണ്, ഡെൽ ടി അല്ലേ. അപ്പോൾ എന്താ ഡെൽ ബി എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി. അപ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ത് കിട്ടും, എ ഇൻറ്റു ഡെൽറ്റ ടി. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും എ ഇൻറ്റു ഡെൽറ്റ ടി എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വെലോസിറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ ഏരിയ നമുക്ക് കിട്ടുന്നത്, ആക്സിലറേഷൻ ടൈം ഗ്രാഫിൻ്റെ ഏരിയ എന്താണ്, ചേഞ്ച് ഇൻ വെലോസിറ്റി. ഈ ഐഡിയ ഉണ്ടായിരിക്കണം. ഓർക്കുക, ആക്സിലറേഷൻ ടൈം ഗ്രാഫിൻ്റെ ഏരിയ എന്തായിരിക്കും, ചേഞ്ച് ഇൻ വെലോസിറ്റി ആണല്ല, വെലോസിറ്റി അല്ല, ചേഞ്ച് ഇൻ വെലോസിറ്റി. വെലോസിറ്റിക്കുണ്ടായ മാറ്റമാണ് എന്തെന്ന് പറയുന്നത്, ആക്സിലറേഷൻ ടൈം ഗ്രാഫിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ഇത് വെച്ച് പല പ്രോബ്ലവും ചോദിക്കാറുണ്ട്, പല പ്രോബ്ലവും. ഓക്കെ, ഇനി നമുക്ക് ഇത് ഗ്രാഫ് തന്നെ. ഇയാൾ വണ്ടി ഇവിടെ വെച്ച് ബ്രേക്ക് പിടിക്കാൻ നേരത്തെ നമുക്കറിയാം ആക്സിലറേഷൻ അല്ല, റിട്ടാർഡേഷനാണ്. ആക്സിലറേഷൻ അല്ല, എന്താണ്, റിട്ടാർഡേഷനാണ്. അപ്പോൾ നമുക്ക് ഈ ഗ്രാഫ് എങ്ങനെയാണ് അത് വരക്കാം. അപ്പോൾ T1 ടൈമിൽ അത് ആക്സിലറേഷൻ ആയിരുന്നു. ദെൻ എന്ത് ചെയ്യുന്നു, ബ്രേക്ക് പിടിക്കുന്നു. നമുക്കൊരു എക്സാമ്പിളായിട്ട് ഇനിഷ്യലി അതിൻ്റെ വെലോസിറ്റി 0 ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആക്സിലറേഷൻ എ ആണ്. അങ്ങനെ ഇത് ആക്സിലറേറ്റഡ് മോഷനിലാണ്. അങ്ങനെ ഇതിൻ്റെ വെലോസിറ്റി ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു 12 മീറ്റർ പെർ സെക്കൻഡ്. ഇപ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി എന്താണ്, 0. ഫൈനൽ വെലോസിറ്റി എന്താണ്, ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് 12 മീറ്റർ പെർ സെക്കൻഡായി. ദെൻ ഇവിടുന്ന് ബ്രേക്ക് പിടിക്കുന്നു. ആ ബ്രേക്ക് പിടിക്കുന്ന ആക്സിലറേഷനും അത് ഏത് തന്നെയാണെന്നിരിക്കട്ടെ, റിട്ടാർഡേഷനാണ്, നമുക്കറിയാം. ബ്രേക്ക് പിടിക്കുമല്ലേ. ഇതിൻ്റെ വെലോസിറ്റി കുറഞ്ഞ് അവസാനം ബോഡി എന്തിൽ വന്നു, സ്റ്റോപ്പിലായി. ബോഡി എന്ത് ചെയ്തു, റെസ്റ്റിൽ വന്നു. അങ്ങനെ അതിൻ്റെ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി V3 എന്തായിട്ട് മാറി, 0 ആയിട്ട് മാറി. മനസ്സിലായോ? എങ്കിൽ നമുക്ക് ഇവിടെ ഇതെങ്ങനെ വരക്കാം, മനസ്സിലായോ? ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഏരിയ എടുക്കാൻ നേരത്ത് നമുക്ക് എന്താ കിട്ടുന്നത്, ചേഞ്ച് ഇൻ വെലോസിറ്റിയാണ് കിട്ടുന്നത്. നമുക്ക് ഇവിടുത്തെ ചേഞ്ച് ഇൻ വെലോസിറ്റി ചുമ്മാ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഓക്കെ, ഇതിൻ്റെ ചേഞ്ച് ഇൻ വെലോസിറ്റി പറയാൻ നേരത്ത് 12 മൈനസ് എന്നാണ് 0. 12 ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി, 12 മൈനസ് 0. ഇതാണ് ഇവിടുത്തെ ചേഞ്ച് ഇൻ വെലോസിറ്റി. അതായത് ഇതിൻ്റെ ഏരിയ എടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്, ചേഞ്ച് ഇൻ വെലോസിറ്റി അല്ലേ കിട്ടുന്നത്. ഈ ഏരിയ എന്താണ്, പോസിറ്റീവാണ്. നമുക്ക് കിട്ടിയിരിക്കുന്ന ചേഞ്ച് ഇൻ വെലോസിറ്റിയും എന്ത് തന്നെയാണ്, പോസിറ്റീവാണ്. അപ്പോൾ നമുക്കിങ്ങനെ വരക്കാം. ഇനി ബ്രേക്ക് പിടിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, നമുക്ക് അതിൻ്റെ ചേഞ്ച് ഇൻ വെലോസിറ്റി ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. നമുക്ക് അവിടുത്തെ സെക്കൻഡ് കണ്ടീഷനിലെ ചേഞ്ച് ഇൻ വെലോസിറ്റി ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം.
എന്താണ് ചേഞ്ച് വെലോസിറ്റി? ഫൈനൽ വെലോസിറ്റി, ദാറ്റ് മീൻസ് 0 മൈനസ് എന്താണ് ഇനിഷ്യൽ വെലോസിറ്റി, എത്രയാണ്? 12. മനസ്സിലായോ? ഉത്തരം നമുക്ക് -12 എന്നാണ് കിട്ടുന്നത്. ഏരിയ നമുക്ക് എത്ര കിട്ടി? -12. ഏരിയ നമുക്ക് എന്ത് കിട്ടി? നെഗറ്റീവ് കിട്ടി. ആദ്യം ഏരിയ പോസിറ്റീവ് ആയിരുന്നു, ഇപ്പോൾ ഏരിയ എന്താണ്? നെഗറ്റീവാണ്. ഇപ്പോൾ അതിൻ്റെ ഏരിയ എന്താണ്? നെഗറ്റീവാണ്. അപ്പോൾ നമുക്ക് ഇവിടെ വരക്കാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും ഈ കോർഡിനേറ്റ് വരക്കാൻ പറ്റത്തില്ല. എങ്കിൽ എവിടെയാണ് വരക്കേണ്ടത്? നേരെ താഴെയായിരിക്കണം വരക്കേണ്ടത്. കാരണം ഇവിടുത്തെ ഏരിയ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടുത്തെ ഏരിയ എടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ഇവിടുത്തെ ഏരിയ എടുക്കുമ്പോൾ നമുക്ക് നെഗറ്റീവാണ് കിട്ടുന്നത്. മനസ്സിലായോ? അല്ലേ ഒരു കോമൺ സെൻസ് ഇത്ര ഓർത്താൽ മതി. ബോഡി അങ്ങോട്ട് പോകുമ്പോൾ ആക്സിലറേഷൻ എങ്ങോട്ടേക്കാണ്? അങ്ങോട്ടേക്കാണ് അല്ലേ? അപ്പോൾ ആക്സിലറേഷൻ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണ്? പോസിറ്റീവ് ഡയറക്ഷനിലാണ്. ഇനി ബോഡി ഇവിടെ വെച്ച് ബ്രേക്ക് പിടിച്ചു. ബ്രേക്ക് പിടിക്കാൻ നേരത്ത് നമുക്കറിയാം റിട്ടാർഡേഷനാണ്. ഇങ്ങോട്ട് പോകുന്ന വണ്ടി നിൽക്കണമെന്നുണ്ടെങ്കിൽ ഫോഴ്സ് എങ്ങോട്ടേക്കായിരിക്കണം? ഇങ്ങോട്ടേക്കായിരിക്കണം. ശ്രദ്ധിക്കുക, ആദ്യം ബോഡി പോകുന്നത് അങ്ങോട്ടേക്കാണ്, വെലോസിറ്റി കൂടുകയാണ്. അപ്പോൾ ഫോഴ്സ് അങ്ങോട്ട് കൊടുക്കണം. ഒരു ബോഡിക്ക് വെലോസിറ്റി കൂടുന്നുണ്ടെങ്കിൽ അത് പോകുന്ന ഡയറക്ഷനിൽ എന്ത് കൊടുക്കണം? ഫോഴ്സ് കൊടുക്കണം. ഒരു ബോഡിയുടെ വെലോസിറ്റി കുറയുകയാണെങ്കിൽ അത് വരുന്നതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് ഫോഴ്സ് കൊടുക്കേണ്ടത്. ഫോഴ്സ് എന്ന് വെച്ചാൽ M × A ആണ്. ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എന്തിൻ്റെ ഡയറക്ഷനാണ്? ആക്സിലറേഷൻ്റെ ഡയറക്ഷനാണ്. അപ്പോൾ ആക്സിലറേഷൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണ്? ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അതായത് ഈ പോയിന്റ് കഴിഞ്ഞാൽ ബോഡിയുടെ ആക്സിലറേഷൻ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണ്? നേരെ തിരിയും. അപ്പോൾ എന്താണ് ആക്സിലറേഷൻ ഡയറക്ഷൻ? നെഗറ്റീവായി. അപ്പോൾ ആദ്യത്തെ കേസിൽ ആക്സിലറേഷൻ പോസിറ്റീവാണ്, പോകുന്ന ആക്സിലറേഷൻ എ. രണ്ടാമത്തെ കേസിലും ആക്സിലറേഷൻ എ തന്നെയാണ്, പക്ഷേ എന്താണ്? നെഗറ്റീവ് ആക്സിലറേഷനാണ്. മനസ്സിലായോ ഗ്രാഫ് വരച്ചത്? കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇതാണ് ആക്സിലറേഷൻ ടൈം ഗ്രാഫിൻ്റെ പ്രത്യേകത. അപ്പോൾ ഓർക്കുക, ആക്സിലറേഷൻ ടൈം ഗ്രാഫിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടുത്തെ ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. രണ്ടാമത്തെ പ്രത്യേകത, അത് വെച്ചാണ് നമ്മൾ മിക്ക ഗ്രാഫും വരക്കുന്നത്, എന്താണ്? ചേഞ്ച് ഇൻ വെലോസിറ്റി ആയിരിക്കും അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ഗ്രാഫിൻ്റെ ഏരിയ എന്തായിരിക്കും? ചേഞ്ച് ഇൻ വെലോസിറ്റി ആയിരിക്കും ഒരു ആക്സിലറേഷൻ ടൈം ഗ്രാഫിൻ്റെ. ഇനി ഇതേ ഗ്രാഫ് തന്നെ നമുക്ക് മറ്റൊരു കേസിലും വരച്ച് നോക്കാം. അതായത് ഇപ്പോൾ നമ്മൾ ബോഡി അങ്ങോട്ടേക്കല്ലേ പോയത്, ആ ബോഡി അവിടുന്ന് തിരിച്ചു വരുന്നു. അങ്ങോട്ടേക്ക് പോയ ബോഡി അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? തിരിച്ചു വരുന്നു. അപ്പോൾ ഇനിഷ്യലി ബോഡി അപ്പോൾ ഇവിടെ നിൽക്കുന്നത് അല്ലേ, തിരിച്ച് ഇങ്ങോട്ടേക്കാണ് വരുന്നത്. ഓക്കെ, ഇതിൻ്റെ എന്താ വരക്കാൻ പോകുന്നത്? ആക്സിലറേഷൻ ടൈം ഗ്രാഫ് എന്ത് ചെയ്യുന്നു? വരക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബോഡി ഇങ്ങോട്ടേക്കല്ലേ വരുന്നത്. ഇങ്ങോട്ട് വരാൻ നേരത്ത് ആക്സിലറേഷൻ എന്താണ്? ഇങ്ങോട്ടേക്കാണ് ആക്സിലറേഷൻ എ ആണ് ആക്സിലറേഷൻ. ഇങ്ങോട്ട് വരുവാണെങ്കിൽ നെഗറ്റീവാണ്. അപ്പോൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം? ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, നെഗറ്റീവ് ആക്സിലറേഷൻ. ഇനി ബോഡി ഇവിടെ എത്തി, ഇവിടെ വെച്ച് ബ്രേക്ക് പിടിച്ചു. ബ്രേക്ക് പിടിക്കാൻ നേരത്തെ ആക്സിലറേഷൻ എങ്ങോട്ടേക്കായിരിക്കും? തിരിച്ചായിരിക്കും. ബോഡി ഇങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുന്നത്. ബ്രേക്ക് പിടിക്കാൻ നേരത്ത് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് എങ്ങോട്ടേക്കാണ്? ആ ഡയറക്ഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ആക്സിലറേഷൻ ഡയറക്ഷൻ എന്ത് തന്നെയായിരിക്കും? അതേ സെയിം ഡയറക്ഷൻ ആയിരിക്കും. അപ്പോൾ എന്ത് വരും? ആക്സിലറേഷൻ പോസിറ്റീവ് വരും. ഇതാണ് ആ കേസ്. മനസ്സിലായോ? ഇനി ഒരു ബോഡിനെ ഞാൻ മുകളിലോട്ട് പൊക്കി എറിയുന്നു, അത് താഴെ വരുന്നു. നമുക്ക് അവിടുത്തെയും എന്ത് വരക്കാം? ആക്സിലറേഷൻ ടൈം ഗ്രാഫ് ഒന്ന് വരച്ച് നോക്കാം. അത് നമുക്ക് വെലോസിറ്റി ടൈം ഗ്രാഫ് വരക്കാം. അതിനുശേഷം എന്ത് വരക്കാം? ആക്സിലറേഷൻ ടൈം ഗ്രാഫ് ഒന്ന് വരച്ച് നോക്കാം. ശ്രദ്ധിക്കുക, ഒരു ബോഡീനെ ഞാൻ എന്ത് ചെയ്യുന്നു? മുകളിലോട്ട് പൊക്കി എറിയുന്നു. ഓക്കെ, മുകളിലോട്ട് ഞാൻ പൊക്കി എറിയാൻ പോവാണ്. അപ്പോൾ ഞാൻ വരക്കാൻ പോകുന്നത് ആദ്യം വെലോസിറ്റി ടൈം ഗ്രാഫാണ്. ഒരു ബോഡീനെ ഞാൻ മുകളിലോട്ട് പൊക്കി എറിയുന്നു. ഓക്കെ, ഇവിടെ എത്തുമ്പോൾ നമുക്കറിയാം വെലോസിറ്റി എന്താവും? 0 ആവും, തിരിച്ചിങ്ങോട്ടേക്ക് വരും. എളുപ്പത്തിന് വേണ്ടി ഞാൻ ഇനിഷ്യലി കൊടുക്കുന്ന വെലോസിറ്റി 40 m/s ആണ്. 40 m/s. നമുക്കറിയാം ഓരോ സെക്കൻഡ് വെച്ച് അതിൻ്റെ വെലോസിറ്റി എന്ത് ചെയ്യും? കുറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റിലെത്തുമ്പോൾ അതിൻ്റെ വെലോസിറ്റി എന്താവും? അപ്പോൾ V1 = 40 ആണ്, V2 = എന്തായി? 0 ആയി. ദെൻ താഴോട്ട് വരുന്നു. ഇവിടെ എത്തുമ്പോൾ ഇതേ സെയിം വെലോസിറ്റി വരും. ആ വെലോസിറ്റി എന്താണ്? V3 = എന്തായിരിക്കും? 40 ആണ്. പക്ഷേ ഒരു കുഴപ്പമുണ്ട്. എന്താ കുഴപ്പമെന്ന് പറയുന്നത്? മുകളിലോട്ട് പോകുമ്പോൾ വെലോസിറ്റി പോസിറ്റീവ് ആണെങ്കിൽ താഴോട്ട് വരുമ്പോൾ വെലോസിറ്റി എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ എന്ത് കിട്ടി? -40 എന്ന് കിട്ടി. നമുക്ക് ഈ ഗ്രാഫ് ഒന്ന് വരച്ച് നോക്കാം, എന്താണ് പ്രത്യേകത എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം വെലോസിറ്റി ടൈം ഗ്രാഫ് അല്ലേ, ഇനിഷ്യലി വെലോസിറ്റി കൂടുതലാണ്. എത്രയാണ്? 40. അപ്പോൾ നമുക്ക് ഇവിടെ 40, ഇവിടെ നമുക്ക് 30, 20, 10, then 0, then -10, -20, -30, -40. വെലോസിറ്റി ഇൻ മീറ്റർ പെർ സെക്കൻഡ്. ടൈം ഇൻ സെക്കൻഡ്. 1 സെക്കൻഡ്, 2 സെക്കൻഡ്, 3 സെക്കൻഡ്, 4 സെക്കൻഡിൽ അതെന്താവും? 0 ആവും. 1 സെക്കൻഡ് വെച്ചും ആക്സിലറേഷൻ ഞാനിപ്പോൾ 10 ആയിട്ട് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ആദ്യം ഇനിഷ്യലി 40 ആണ്. കുറച്ച് സമയം കഴിയുമ്പോൾ, എത്ര സമയം കഴിയുമ്പോഴായിരിക്കും? 1, 2, 3, 4. കാരണം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്നാൽ 10 m/s² ആയിട്ട് എടുത്തിരിക്കുന്നത്. അതായത് ഓരോ സെക്കൻഡിലും അതിൻ്റെ വെലോസിറ്റി എത്ര വെച്ച് കുറഞ്ഞുകൊണ്ടിരിക്കും? 10 വെച്ച് കുറഞ്ഞുകൊണ്ടിരിക്കും. മുകളിലോട്ടാണ് ബോഡി പോകുന്നത്. അപ്പോൾ ആക്സിലറേഷൻ എങ്ങോട്ടേക്ക്? താഴോട്ടല്ല ആക്ട് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ വെലോസിറ്റി എന്ത് ചെയ്യും? കുറയും. അങ്ങനെ 40 നിന്നും
ഒരു സെക്കൻഡ് കഴിയുമ്പോൾ എത്ര ആവും? 30 ആവും. അടുത്തൊരു സെക്കൻഡിൽ എത്ര ആവും? 20 ആവും. അടുത്തൊരു സെക്കൻഡിൽ എത്ര ആവും? 10 ആവും. അടുത്തൊരു സെക്കൻഡിൽ എത്ര ആവും? 0 ആവും. അങ്ങനെ 4 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കും ബോഡിയുടെ വെലോസിറ്റി എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. മനസ്സിലായോ? ഇനി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ബോഡി ഇവിടെ ചുമ്മാ നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോഴും ആക്സലറേഷൻ എങ്ങോട്ട് തന്നെയാണ്? താഴോട്ട് തന്നെയാണ്. ബോഡി എന്ത് ചെയ്യുന്നു? താഴോട്ട് വീഴുന്നു. താഴോട്ട് വീഴാൻ നേരത്ത് ഓരോ സെക്കൻഡ് വെച്ച് വെലോസിറ്റി കൂടും, പക്ഷേ ഡയറക്ഷൻ മാറും. പക്ഷെ എന്ത് മാറും? ഡയറക്ഷൻ മാറും. കാരണം എന്താണ്? താഴോട്ട് വീഴുന്ന ബോഡിക്ക് വെലോസിറ്റി നെഗറ്റീവാണ്. മുകളിലോട്ട് പോസിറ്റീവ് ആണ്, താഴോട്ട് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. തിരിച്ചെഴുതാനും കുഴപ്പമില്ല. നിങ്ങൾ മുകളിലോട്ട് പോകുന്ന വെലോസിറ്റി നെഗറ്റീവ് എടുത്താൽ താഴോട്ട് വീഴുന്ന വെലോസിറ്റി എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ വെലോസിറ്റി ഇപ്പോൾ എന്തായി? ഇങ്ങോട്ട് പോകുമ്പോൾ വെലോസിറ്റി പോസിറ്റീവും, ഇങ്ങോട്ട് വരുമ്പോൾ വെലോസിറ്റി എന്തായിരിക്കും? നെഗറ്റീവ്. ഈ ലോജിക്ക് അറിയാമെങ്കിൽ ഗ്രാഫൊക്കെ വരക്കാൻ എളുപ്പമാണ്. നോക്ക്, അപ്പോൾ എന്താ സംഭവിക്കുന്നത്? താഴോട്ട് വരാൻ നേരത്തെ വെലോസിറ്റി നെഗറ്റീവ് ആകത്തില്ലേ? ഇനി എന്താ സംഭവിക്കുന്നത്? വെലോസിറ്റി കൂടും, പക്ഷേ എന്താ സംഭവിക്കുന്നത്? നെഗറ്റീവ് ഡയറക്ഷനിലാണ് കൂടുന്നത്. -10, -20, -30, -40. അങ്ങനെ അടുത്ത 4 സെക്കൻഡ് കഴിയുമ്പോൾ 5, 6, 7, 8. അടുത്ത 4 സെക്കൻഡ് കഴിയുമ്പോൾ ബോഡിയുടെ വെലോസിറ്റി എന്താവും? -40 ആവും. ഇതാണ് അവിടുത്തെ വെലോസിറ്റി ടൈം ഗ്രാഫ്. പല കൂട്ടുകാരും തെറ്റിക്കുന്ന ഗ്രാഫാണ്. പല ആൾക്കാരും വരച്ച് നോക്കും, മുകളിലോട്ട് പോകുമ്പോൾ വെലോസിറ്റി എന്തെങ്കിലും കുറഞ്ഞ് 0 ആവും, താഴോട്ട് വരുമ്പോൾ വെലോസിറ്റി എന്തെങ്കിലും കൂടും. ആൾക്കാർ എന്ത് മറന്നു പോകും? ഡയറക്ഷൻ മറന്നു പോകും. മുകളിലെത്തിയ ബോഡി ആ ഡയറക്ഷനിലാണോ പിന്നെയും പോകുന്നത്? അല്ല, ഡയറക്ഷൻ ചേഞ്ച് ആവും, ഡയറക്ഷന് മാറ്റം ഉണ്ടാവും, താഴോട്ടാണ് വരുന്നത്. കാര്യം മനസ്സിലായല്ലോ? ഓക്കെ, നമുക്ക് നോക്കാം. ഇനി സ്പീഡ് ടൈം ഗ്രാഫ് ആണെങ്കിലോ, കുറയുന്നു, 0 ആവുന്നു, തിരിച്ചെന്ത് ചെയ്യുന്നു? കൂടുന്നു, പക്ഷേ എന്തില്ല? ഡയറക്ഷൻ ഇല്ല. സ്പീഡ് ടൈം ഗ്രാഫ് ആണെങ്കിൽ ഇങ്ങനെ വരുന്നത്. ഓക്കെ, അതവിടെ കിടക്കട്ടെ. സ്പീഡ് ടൈം ഗ്രാഫ് നമുക്കൊന്ന് മാറ്റി വരക്കാം. സ്പീഡ് ടൈം ഗ്രാഫ് ആണെങ്കിൽ ഒന്നുമില്ല, വെലോസിറ്റി കുറയുന്നു, 0 ആവുന്നു, പിന്നെ വെലോസിറ്റി എന്ത് ചെയ്യുന്നു? കൂടുന്നു. വെലോസിറ്റി അല്ല, സ്പീഡ്. ദെൻ നമുക്ക് ഇവിടുത്തെ ആക്സിലറേഷൻ ടൈം ഗ്രാഫാണ് നമുക്ക് വരക്കണ്ടേ അല്ലേ? നമുക്ക് ഇവിടുത്തെ ആക്സിലറേഷൻ ടൈം ഗ്രാഫ് ഒന്ന് വരച്ച് നോക്കാം. ആക്സിലറേഷൻ ടൈം ഗ്രാഫ്. ആക്സിലറേഷൻ എത്ര? 10 അല്ലേ? മാറ്റമൊന്നുമില്ല. അങ്ങോട്ട് പോകുമ്പോൾ 10, ഇങ്ങോട്ട് വരുമ്പോൾ എന്ത് തന്നെയാണ്? 10 തന്നെയാണ്. ഓക്കെ, ഇവിടെ എന്താണ്? -10. ഞാൻ നേരത്തെ ഒരു തന്ത്രം പറഞ്ഞായിരുന്നു, ആരോടും പറയേണ്ട. എന്താണ് ആക്സിലറേഷൻ ടൈം ഗ്രാഫ് വരക്കാനുള്ള തന്ത്രം എന്ന് പറയുന്നത്? ആക്സിലറേഷൻ ടൈം ഗ്രാഫിൻ്റെ ഏരിയ പോസിറ്റീവ് ആയിരിക്കും. പോസിറ്റീവ് ആണെങ്കിൽ ആക്സിലറേഷൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കായിരിക്കും? പോസിറ്റീവ് ഡയറക്ഷനിലും. ഏരിയ നെഗറ്റീവ് ആണെങ്കിൽ ആക്സിലറേഷൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കായിരിക്കും? നെഗറ്റീവ് ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ നമുക്കിവിടെ ആക്സിലറേഷൻ ഡയറക്ഷൻ അറിയാം. നോക്കിക്കേ, നമ്മൾ മുകളിലോട്ടാണ് പോസിറ്റീവ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ആക്സിലറേഷൻ, ഇപ്പോൾ ഈ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ ആക്സിലറേഷൻ എങ്ങോട്ടേക്കാണ്? താഴോട്ടാണ്. ഈ കേസ് എടുത്താലും ആക്സിലറേഷൻ എങ്ങോട്ട് തന്നെയാണ്? താഴോട്ട് തന്നെയാണ്, ഡ്യൂ ടു ഗ്രാവിറ്റി. നമുക്കൊന്ന് വരച്ച് നോക്കാം, ശരിയാണോ അല്ലെങ്കിൽ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ തന്ത്രം എന്താണ്? ഇത്രയുള്ള തന്ത്രം. നിങ്ങൾ എടുക്കുന്ന ഡയറക്ഷൻ പോസിറ്റീവ് ആണെങ്കിൽ, അതായത് ബോഡി മുകളിലോട്ട് പോകുന്നു, ആക്സിലറേഷനും അതേ ഡയറക്ഷനിലാണെങ്കിൽ ഓക്കെ, പോസിറ്റീവ്. ഇനി നിങ്ങൾ എടുക്കുന്ന പോസിറ്റീവ് ഡയറക്ഷനാണ്, ആക്സിലറേഷൻ നേരെ തിരിച്ചാണെങ്കിൽ ആക്സിലറേഷൻ ഡയറക്ഷൻ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ബോഡി എങ്ങോട്ട് പോകുന്നു? പോസിറ്റീവ് ഡയറക്ഷനിലാണ് പോകുന്നത്, പക്ഷേ ആക്സിലറേഷൻ എന്താണ്? നെഗറ്റീവിലോട്ടാണ്. അതുകൊണ്ട് തന്നെ ആക്സിലറേഷൻ എന്തായിരിക്കും? -10 ആയിരിക്കും. എത്ര? 4 സെക്കൻഡ് വരെ. അപ്പോൾ ഇവിടം വരെ കറക്റ്റാണ്. ഇനി പല കൂട്ടുകാരും പറയും, ഇനി എങ്ങനെ വരക്കുന്നത്? സാറേ ഇതെന്തോന്നാ? റിട്ടാർഡേഷൻ അല്ലേ? ദെൻ അങ്ങനെയാണ് ഇത് ആക്സിലറേഷൻ അല്ലേ? ഒരു കാര്യം ശ്രദ്ധിക്കുക, നമുക്ക് ആക്സിലറേഷൻ ടൈം ഗ്രാഫിൽ നിന്നും ഇന്ന സ്ഥലത്ത് ആക്സിലറേഷൻ, ഇന്ന സ്ഥലത്ത് റിട്ടാർഡേഷൻ എന്ന് പറയാൻ കഴിയത്തില്ല. ജസ്റ്റ് ഇതൊരു ഐഡിയ തരുന്നത് എന്താണ്? ആക്സിലറേഷൻ്റെ മാഗ്നിറ്റ്യൂഡും ആക്സിലറേഷൻ്റെ ഡയറക്ഷനും മാത്രമാണ്. റിട്ടാർഡേഷൻ ആണോ ആക്സിലറേഷൻ ആണോ പറയാൻ നമുക്ക് കഴിയില്ല. ഓർക്കുക, ആക്സിലറേഷൻ ടൈം ഗ്രാഫിൽ നിന്നും നമുക്ക് ജസ്റ്റ് അവിടുത്തെ ചേഞ്ച് ഇൻ വെലോസിറ്റി മാത്രമേ കിട്ടത്തുള്ളൂ. ബോഡി ആക്സിലറേഷൻ ആണോ റിട്ടാർഡേഷൻ എന്ന് പറയാൻ കഴിയത്തില്ല. കാരണം ഞാൻ പറഞ്ഞു തരാം, ബാക്കിയുള്ള ഗ്രാഫും കൂടെ വരക്കും മനസ്സിലാവും. ഓക്കെ, 4 സെക്കൻഡ് വരെ. ഇനി ബാക്കിയുള്ള പിള്ളേർ എന്താ പറയുക? അടുത്ത 4 സെക്കൻഡ് ഇങ്ങനെ വരച്ച് നോക്കും. കാരണം റിട്ടാർഡേഷൻ, ആക്സിലറേഷൻ. നോക്കാം, ശരിയാണോ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കിയേ, ഇവിടെ എത്തി കഴിഞ്ഞു. ഇപ്പോൾ ബോഡി എങ്ങോട്ടാണ് വരുന്നത്? താഴോട്ടാണ് വരുന്നത്. ഓക്കെ, നമ്മൾ മുകളിലോട്ട് എടുത്ത ഡയറക്ഷൻ പോസിറ്റീവ് ഡയറക്ഷനും താഴോട്ട് എന്താണ്? നെഗറ്റീവാണ്. അപ്പോൾ ബോഡി ഇങ്ങോട്ടേക്കാണ് വരുന്നത്. ആക്സിലറേഷൻ മാറുന്നുണ്ടോ? സ്റ്റിൽ ഇവിടെയും ആക്സിലറേഷൻ നെഗറ്റീവ് ഡയറക്ഷനിലാണ്, ഇവിടെയും ആക്സിലറേഷൻ എന്താണ്? നെഗറ്റീവ് ഡയറക്ഷനിലാണ്. ആക്സിലറേഷന് മാറ്റമൊന്നും ഇല്ല. അങ്ങനെ 8ാമത്തെ സെക്കൻഡിലും ആക്സിലറേഷൻ ഇങ്ങനെ തന്നെ തുടരും. കാര്യം മനസ്സിലായോ? വരച്ചിരിക്കുന്നത് മനസ്സിലായോ? ഇനി നിങ്ങൾ ഡയറക്ഷൻ നേരെ തിരിച്ചാണ് എടുക്കുന്നതെങ്കിൽ ഓക്കെ, നേരെ ഗ്രാഫ് എവിടെ ചാടിക്കയറും? മുകളിൽ ചാടിക്കയറും. ഓക്കെ, ഇനി ശരിയാണോ നമുക്ക് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. നമുക്ക് ആദ്യത്തെ പോർഷൻ്റെ ഏരിയ കണ്ടുപിടിച്ച് നോക്കാം. നമുക്ക് ഉറപ്പാണ് ആദ്യത്തെ പോർഷൻ്റെ ഏരിയ എന്ന് പറയുന്നത് നമുക്ക് എന്താ കിട്ടുന്നത്? -40 കിട്ടും, 40 കിട്ടും. -40 അല്ലേ? നമുക്ക് നോക്കാം എന്താണ് ഏരിയ എന്ന് പറയുന്നത്. ഏരിയ -40. ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ചേഞ്ച് ഇൻ വെലോസിറ്റിയാണ്. നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം ചേഞ്ച് ഇൻ വെലോസിറ്റി. അതായത് 0 to 4 സെക്കൻഡ് ചേഞ്ച് ഇൻ വെലോസിറ്റി. എന്താ ചേഞ്ച് ഇൻ വെലോസിറ്റി? ചേഞ്ച് ഇൻ വെലോസിറ്റി എന്താണ്? ഫൈനൽ വെലോസിറ്റി മൈനസ് എന്താണ്? ഇനിഷ്യൽ വെലോസിറ്റി. എന്താണ് ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത്? 0.
മൈനസ് എന്താ ഇനിഷ്യൽ വെലോസിറ്റി 40. ഉത്തരം എന്ത് കിട്ടി? നെഗറ്റീവ്. ഓക്കെ, ഉത്തരം നെഗറ്റീവ്, ശരിയാണ്. ഇനി നമുക്ക് 4 to 8 നോക്കാം. 4 to 8 ശരിയാണോ നോക്കാം. 4 to 8 എങ്ങനെയാണ് ചേഞ്ച് വെലോസിറ്റി കണ്ടുപിടിച്ച് നോക്കാം. 4 to 8 ചേഞ്ച് വെലോസിറ്റി നമുക്ക് ഇവിടുത്തെ ഏരിയ എന്ത് കിട്ടും? ഇവിടെയും നമുക്ക് എന്താ കിട്ടുന്നത്? മൈനസ് എന്ത് തന്നെ കിട്ടും? 40 കിട്ടും. അത് നമുക്ക് ചേഞ്ച് വെലോസിറ്റി ആണെന്നറിയാം. അപ്പോൾ ഇവിടുത്തെ ചേഞ്ച് വെലോസിറ്റി കണ്ടുപിടിച്ചേ. എന്താണ് ചേഞ്ച് വെലോസിറ്റി എന്ന് പറയുന്നത്? ചേഞ്ച് വെലോസിറ്റി എന്ന് വെച്ചാൽ ഫൈനൽ വെലോസിറ്റി. ഇവിടുത്തെ ഫൈനൽ വെലോസിറ്റി മക്കളെ നോക്കിക്കേ. എന്താണ് ഇവിടുത്തെ ഫൈനൽ വെലോസിറ്റി? -40 ആണ് ഇവിടുത്തെ എന്തെന്ന് പറയുന്നത്? ഫൈനൽ വെലോസിറ്റി. ഫൈനൽ വെലോസിറ്റി മൈനസ് എന്താ ഇനിഷ്യൽ വെലോസിറ്റി? 0. ഉത്തരം എന്ത് കിട്ടി? -40. ഇവിടെ എന്ത് തന്നെയാണ്? മൈനസ്. അപ്പോൾ എന്താണ്? ഇത് ശരിയാണ്. കണ്ടോ, നേരത്തെ വരച്ചതുപോലെ വരക്കുവാണെങ്കിലോ എന്താ കിട്ടുന്നത്? ഇവിടുത്തെ ആൻസർ പോസിറ്റീവ് കിട്ടും. ഓർക്കുക, ആക്സിലറേഷൻ ഡയഗ്രാഫിൻ്റെ ഏരിയ എപ്പോഴും നമുക്ക് എന്താ കിട്ടേണ്ടത്? അതിൻ്റെ ചേഞ്ച് ഇൻ വെലോസിറ്റിയാണ് കിട്ടേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് ആക്സിലറേഷൻ ആണോ റിട്ടാർഡേഷൻ ആണോ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, കാരണം ഇവിടെ ആക്സിലറേഷൻ ഇവിടെ എന്താണ്? ഇവിടെ റിട്ടാർഡേഷൻ ഇവിടെ എന്താണ്? ആക്സിലറേഷനുമാണ്. അപ്പോൾ ഗ്രാഫിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ജസ്റ്റ് എന്ത് മാത്രമേ ഉള്ളൂ? അവിടുത്തെ ആക്സിലറേഷൻ്റെ ഡയറക്ഷനും അവിടുത്തെ ആക്സിലറേഷൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ കിട്ടത്തുള്ളൂ നമുക്ക്. അല്ലാതെ റിട്ടാർഡേഷൻ ആണോ ആക്സിലറേഷൻ ആണോ എന്നൊക്കെ പറയാൻ എന്ത് ചെയ്തില്ല? കഴിയില്ല. കാര്യം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്തൊരു പ്രോബ്ലത്തിലോട്ട് എന്ത് ചെയ്യാം? പോകാം. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്കൊരു ഐഡിയ തരാം. നമ്മുടെ ഇതുവരെ പഠിച്ച പൊസിഷൻ ടൈം ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ്, അതുപോലെ തന്നെ ഇപ്പോൾ പഠിച്ച ആക്സിലറേഷൻ ഡയഗ്രാഫിന് ഞാൻ ഒരു എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് വരച്ച് കാണിച്ചു തരാം. അപ്പോൾ ഒരു ഐഡിയ കിട്ടും നിങ്ങൾക്ക് ഗ്രാഫിനെ കുറിച്ചുള്ള. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, ഇതാണ് ഫ്രെയിം ഓഫ് റെഫറൻസ്. ഇനിഷ്യലി ഒരു ബോഡി ഇവിടെ ഉണ്ട്. ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നായിരിക്കട്ടെ, കുറച്ച് വരക്കാൻ എളുപ്പമായിരിക്കും. ഈ ബോഡി ആദ്യം യൂണിഫോം വെലോസിറ്റിയിലാണ്. ശ്രദ്ധിക്കുക, യൂണിഫോം വെലോസിറ്റി, അതായത് വെലോസിറ്റിക്ക് എന്തില്ല? മാറ്റമില്ല. അങ്ങനെ യൂണിഫോം വെലോസിറ്റി യു എന്ന് പറയുന്ന യൂണിഫോം വെലോസിറ്റിയിൽ ബോഡി എന്ത് ചെയ്യും? സഞ്ചരിക്കുന്നു. ഒരു T1 ടൈമിലാണ്. T1 ടൈമിൽ എന്താണിത്? യൂണിഫോം വെലോസിറ്റിയിൽ സഞ്ചരിക്കുന്നു. അങ്ങനെ ബോഡി ഇവിടം വരെ സഞ്ചരിച്ചു. അത് x1 ഡിസ്പ്ലേസ്മെൻറ്റ് എന്ത് ചെയ്തു? കവർ ചെയ്തു. ദെൻ ഈ ബോഡി ആക്സിലറേറ്റഡ് മോഷനിലായി, സ്പീഡ് കൂടി. ആദ്യമേ യൂണിഫോം മോഷനിലാണ്, പിന്നെ എന്ത് കൂടി? സ്പീഡ് എന്ത് ചെയ്യുന്നു? കൂടുന്നു. ആക്സിലറേഷനാണ്. ഓക്കെ, അങ്ങനെ അതിൻ്റെ ആക്സിലറേഷൻ നമുക്ക് A1 എന്ന് വിളിക്കാം. അതിൻ്റെ ആക്സിലറേഷൻ A1 ആണ്. അങ്ങനെ ബോഡി എന്ത് ചെയ്തു? സ്പീഡിൽ സഞ്ചരിക്കുകയാണ്. സ്വാഭാവികമായിട്ട് അതിൻ്റെ വെലോസിറ്റിക്ക് എന്തുണ്ടാവും? മാറ്റം ഉണ്ടാവും. ഇവിടെ എത്തുമ്പോൾ അതിൻ്റെ വെലോസിറ്റി V ആയിട്ട് മാറി. എന്തായിട്ട് മാറി? V ആയിട്ട് മാറി. ഓക്കെ, ഇത് നമുക്ക് U1 എന്നും ഇത് നമുക്ക് V1 എന്നും വിളിക്കാം. ദെൻ ഇവിടെ എത്തിയപ്പോൾ, അപ്പോൾ ഇത് ഇത്രയും, അതായത് ഇവിടം മുതൽ ഇവിടം വരെ എത്താനെടുത്ത സമയത്തിന് നമുക്ക് T2 എന്ന് വിളിക്കാം. ഇവിടെ മുതൽ ഇവിടം വരെ എന്താണ്? T2, ഇവിടെ T1. അപ്പോൾ ഇതെന്തായിരിക്കും? T2 മൈനസ് എന്താണ്? T1. അത് സഞ്ചരിച്ച അത്രയും ദൂരം നമുക്ക് എന്ത് വിളിക്കാം? x2 എന്ന് വിളിക്കാം. അപ്പോൾ ഇത്രയും ദൂരം എന്തായിരിക്കും? x2 മൈനസ് എന്തായിരിക്കും? x1 ആയിരിക്കും. ദെൻ ഈ വണ്ടി എന്ത് ചെയ്തു? ബ്രേക്ക് പിടിച്ചു. യൂണിഫോം മോഷൻ, സ്പീഡ് കൂടി, ബ്രേക്ക് അപ്ലൈ ചെയ്തു. സ്പീഡ് എന്ത് ചെയ്യും? കുറയും. യൂണിഫോം റിട്ടാർഡേഷൻ ആയിരുന്നു. ആ റിട്ടാർഡേഷൻ ഞാൻ A2 എന്ന് വിളിക്കുന്നു. A2. അതിൻ്റെ സ്പീഡ് എന്ത് ചെയ്തു? കുറഞ്ഞു. അങ്ങനെ സ്പീഡ് കുറഞ്ഞ് അത് അവസാനം എന്തിൽ വന്നു? സ്റ്റോപ്പിൽ വന്നു. സ്റ്റോപ്പായി, ബോഡി റെസ്റ്റിലായി. ആ ദൂരത്തിനെ ഞാൻ എന്ത് വിളിക്കുന്നു? x3 എന്ന് വിളിക്കുന്നു. ഇപ്പോൾ ബോഡിയുടെ വെലോസിറ്റി എന്തായി? 0 ആയി. അതായത് നമുക്ക് തന്നെ U2 എന്ന് വിളിക്കാം. എന്തായി? 0 ആയി. ഓക്കെ, അല്ല എളുപ്പത്തിന് വേണ്ടി നമുക്കിനെ വെലോസിറ്റി V1 എന്ന് വിളിക്കാം. ഇതിനെ V2 എന്ന് വിളിക്കാം. ഇത് V3 ബോഡി എന്തിലാണ്? ഇപ്പോൾ സ്റ്റോപ്പിലായി. ഓക്കെ, അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വണ്ടി സ്റ്റോപ്പായി. ഇതാണ് നമ്മുടെ ഗ്രാഫ് എന്ന് പറയുന്നത്. ഗ്രാഫ് അല്ല, ഇതാണ് നമ്മുടെ ഡേറ്റ. ഈ ഡേറ്റ വെച്ച് നമുക്ക് 3 ഗ്രാഫ് വരക്കണം. എന്താണ്? പൊസിഷൻ ടൈം ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ്, ദെൻ ആക്സിലറേഷൻ ടൈം ഗ്രാഫ്. ഈ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ ഗ്രാഫും എന്ത് ചെയ്യാൻ പറ്റും? വരക്കാൻ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ആരെ വരക്കാം? പൊസിഷൻ ടൈം ഗ്രാഫ് വരക്കാം. പൊസിഷൻ ടൈം ഗ്രാഫ്. ഓക്കെ, ഇവിടെ പൊസിഷൻ, ഇവിടെ എന്താണ്? ടൈം. ഓക്കെ, ആദ്യം ബോഡി പോകുന്നത് എങ്ങനെയാണ്? യൂണിഫോം വെലോസിറ്റിയിലാണ്. V1 എന്ന് പറയുന്ന യൂണിഫോം വെലോസിറ്റി പോകും. നമുക്കറിയാം യൂണിഫോം വെലോസിറ്റിയുടെ ഗ്രാഫിനകത്ത് എങ്ങനെ പ്ലോട്ട് ചെയ്യുന്നത്? ഇത് ഇങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്? പ്ലോട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെ അതെന്തുമാത്രം ദൂരം സഞ്ചരിച്ചു? x1. ദെൻ അതിൻ്റെ ടൈം എന്താണ്? T1 ആണ്. പിന്നെ അതെന്താണ്? ആക്സിലറേഷൻ ആണ്. നമുക്കറിയാം പൊസിഷൻ ടൈം ഗ്രാഫിനകത്ത്
ആക്സിലറേഷൻ വരക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. എങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നെയായിരുന്നു. പൊസിഷൻ ഡയഗ്രാമിനകത്ത് ആക്സിലറേഷൻ വരക്കുന്നത് എങ്ങനെയാണ്? ഈ ഒരു ഷേപ്പ് ആയിരിക്കും, ഒരു പരാബോളിക് ഷേപ്പ് ആയിരിക്കും. അപ്പോൾ ഇവിടുന്ന് നിങ്ങൾ എന്ത് വരയ്ക്കുക? ഒരു പരാബോളിക് ഷേപ്പ് എന്ത് ചെയ്യുക? വരയ്ക്കുക. ആക്സിലറേഷനാണ് ബോഡി. ഇപ്പോൾ അങ്ങനെ ബോഡി എവിടം വരെ സഞ്ചരിച്ചു? ബോഡി ഇപ്പോൾ x2 എന്ന് പറയുന്ന പൊസിഷനിലെത്തി. ദെൻ ബോഡി എന്ത് ചെയ്തു? ബ്രേക്ക് പിടിച്ചു. ബ്രേക്ക് പിടിക്കുക മീൻസ് എന്താണ്? റിട്ടാർഡേഷൻ ആണ്. അപ്പോൾ ഇതിനടുത്ത സമയം കൂടെ നമുക്കൊന്ന് പ്ലോട്ട് ചെയ്തേക്കാം. ഇതിനടുത്ത സമയം t2. ഓക്കെ, t2. ദെൻ പിന്നെ ബോഡി ബ്രേക്ക് പിടിച്ചില്ലേ? ദെൻ റിട്ടാർഡേഷൻ. നമുക്കറിയാം റിട്ടാർഡേഷൻ എങ്ങനെയാണ് വരക്കുന്നത്? ഇതാണെന്ത്? റിട്ടാർഡേഷൻ. ഓക്കെ, റിട്ടാർഡേഷൻ അങ്ങനെ. ഓക്കെ, റിട്ടാർഡേഷനാണ്. ഈ പൊസിഷൻ നമുക്ക് എന്ത് വിളിക്കാം? x3 എന്ന് വിളിക്കാം. ഇതാണ് അവിടുത്തെ പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് ഇങ്ങോട്ട് നോക്കാം. ശ്രദ്ധിക്കുക, വെലോസിറ്റി ടൈം ഗ്രാഫ്. ഓക്കെ, t1, t2, then t3. ജസ്റ്റ് ഞാൻ ഒരു ഏകദേശ ടൈമൊക്കെ എടുത്തിരിക്കുന്നത്. t3 നോക്കാം. ഓക്കെ, ആദ്യമേ എന്താ ബോഡി? t1 സമയത്ത് ബോഡിയുടെ പ്രത്യേകത യൂണിഫോം വെലോസിറ്റിയിലാണ്. അപ്പോൾ വെലോസിറ്റിക്ക് എന്തില്ല? മാറ്റം ഇല്ല. യൂണിഫോം വെലോസിറ്റി. അപ്പോൾ ഞാനിവിടെ v1 എന്ന് വിളിക്കുന്നു. യൂണിഫോം വെലോസിറ്റിയിലാണ് ബോഡി പോകുന്നത്. ദെൻ t2 വരെയോ? അതായത് ഇവിടെ മുതൽ ഇവിടം വരെ എങ്ങനെയാണ് പോകുന്നത്? യൂണിഫോം ആക്സിലറേഷനിലാണ്. നമുക്കറിയാം യൂണിഫോം ആക്സിലറേഷൻ എങ്ങനെയാണ് വെലോസിറ്റി ടൈം ഗ്രാഫിൽ വരക്കുന്നത്? യൂണിഫോം ആക്സിലറേഷൻ അല്ലേ? യൂണിഫോം ആക്സിലറേഷൻ വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ടായി. അങ്ങനെ t2 ടൈമിൽ ബോഡിയുടെ വെലോസിറ്റി ഇപ്പോൾ എവിടം വരെയായി? v1ൽ നിന്ന് v2ലോട്ടായി. ഇപ്പോൾ v2 എത്തി. ദെൻ അതിന് ശേഷം ബോഡിയുടെ റിട്ടാർഡേഷനാണ്. ബോഡിയുടെ വെലോസിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ബോഡിയുടെ വെലോസിറ്റി പിന്നെ എന്ത് ചെയ്യുന്നു? കുറഞ്ഞ് ബോഡി റെസ്റ്റിലാണ് വരുന്നത്. അപ്പോൾ ബോഡി റെസ്റ്റിൽ വരിക എന്ന് പറയുമ്പോൾ വെലോസിറ്റി എന്തായി? 0 ആയി. അപ്പോൾ ഇതാണ് അവിടുത്തെ എന്തെന്ന് പറയുന്നത്? വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് ഒരു ഗ്രാഫും കൂടെ വരക്കാനുണ്ട്. എന്താണ്? ആക്സിലറേഷൻ ടൈം ഗ്രാഫ് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൻ്റെ ആക്സിലറേഷൻ ടൈം ഗ്രാഫ് നോക്കാം. ഓക്കെ, സിമ്പിളാണ് ആക്സിലറേഷൻ ടൈം ഗ്രാഫ്. ഞാൻ ഇവിടെ വരക്കുവാണ്. ആക്സിലറേഷൻ ടൈം ഗ്രാഫ്. ഓക്കെ, ശ്രദ്ധിക്കുക, ആക്സിലറേഷൻ ടൈം ഗ്രാഫ് എന്ന് പറയുന്നത് ഇനിഷ്യലി നമുക്ക് ആ ടൈം അതിന് എടുക്കാം. t1, പിന്നെന്താണ്? t2, പിന്നെന്താണ്? t3. ടൈം ഇവിടെ എന്താണ്? ആക്സിലറേഷൻ ആണ് അല്ലേ? അപ്പോൾ ഇനിഷ്യലി ബോഡിക്ക് ആക്സിലറേഷൻ ഉണ്ടോ? ഇല്ല, കാരണം യൂണിഫോം വെലോസിറ്റിയിലാണ്. അപ്പോൾ t1 ടൈമിൽ ബോഡിക്ക് എന്തില്ല? ആക്സിലറേഷൻ ഇല്ല. ഇതാണ് ഗ്രാഫ്. ദെൻ t1 to t2 ബോഡിയുടെ ആക്സിലറേഷൻ എന്താണ്? a1 ആണ് ബോഡിയുടെ എന്ത്? ആക്സിലറേഷൻ. a1 ആണ് ബോഡിയുടെ എന്ത്? ആക്സിലറേഷൻ. ഓക്കെ, യൂണിഫോം ആക്സിലറേഷൻ ഗ്രാഫ് നമുക്കറിയാം. എങ്ങനെ യൂണിഫോം ആക്സിലറേഷൻ വരക്കുന്നത്? ഇങ്ങനെയാണ്. ഓക്കെ, യൂണിഫോം ആക്സിലറേഷൻ. ദെൻ t2 to t3 എങ്ങനെയാണ്? t2 to t3 എങ്ങനെയാണ്? ബോഡി റിട്ടാർഡേഷനിലാണ്. റിട്ടാർഡേഷൻ എന്താണ്? a2 ആണ്. റിട്ടാർഡേഷൻ എന്ന് പറയുമ്പോൾ ഇത് ആക്സിലറേഷൻ ആണെങ്കിൽ ഉറപ്പായിട്ടും ഈ സാധനം എന്തായിരിക്കും? റിട്ടാർഡേഷൻ ആയിരിക്കും. റിട്ടാർഡേഷൻ, ഇതാണ് റിട്ടാർഡേഷൻ. നമുക്ക് അതിന് എന്ത് വിളിക്കാം? a2. ഓക്കെ, ഇതാണ് അവിടുത്തെ ആക്സിലറേഷൻ ടൈം ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 ഗ്രാഫാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ജസ്റ്റ് ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് വരക്കാം? ഗ്രാഫ് വരക്കാൻ എളുപ്പമായിരിക്കും. ഞാൻ എല്ലാം വരച്ചിരിക്കുന്നു. നോക്കിയാൽ ഇവിടെ എല്ലാം വരച്ചിരിക്കുന്നത് എന്താണ്? പോസിറ്റീവിലാണ്. കാരണം എന്താണ്? ബോഡി മുന്നോട്ടേക്കാണ് എന്ത് ചെയ്യുന്നത്? പോകുന്നത്. അപ്പോൾ ബോഡിയുടെ വെലോസിറ്റി, ഇങ്ങോട്ടേക്ക് എടുക്കുന്ന വെലോസിറ്റി നമുക്ക് എന്തായിട്ട് എടുക്കാം? ഇങ്ങോട്ട് പോകുന്ന വെലോസിറ്റി പോസിറ്റീവായിട്ട് എടുത്തുകൊണ്ടാണ് എല്ലാം ഇവിടെ വന്നിരിക്കുന്നത് ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരാൻ കാരണം. നമുക്ക് 2011 മാർച്ചിലൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഒരു പൊസിഷൻ ടൈം ഗ്രാഫ് തന്നിട്ടുണ്ട്. അതിൽ നിന്നും ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കുക. അതിനുശേഷം 20 സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കുക. അതിൽ നിന്നും വെലോസിറ്റിയും പൊസിഷനുമായിട്ടുള്ള റിലേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക? അല്ലെങ്കിൽ വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്നും വെലോസിറ്റിയും പൊസിഷനുമായിട്ടുള്ള എന്ത് കണ്ടുപിടിക്കുക? റിലേഷൻ എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. നമുക്ക് ആ ഗ്രാഫ് ഒന്ന് വരച്ച് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് അതിൽ നിന്നും വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ത് ചെയ്യുക? ഡ്രോ ചെയ്യുക. ഈ ഗ്രാഫിൽ നിന്നും
ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ത് ചെയ്യുക, ഡ്രോ ചെയ്യുക. ഓക്കെ, ശ്രദ്ധിക്കുക. നമുക്ക് ഈ ഗ്രാഫിന് OABC എന്ന് വിളിക്കാം. അപ്പോൾ നമുക്ക് ഒരു ഗ്രാഫിൽ നിന്നും മറ്റൊരു ഗ്രാഫിലോട്ട് കൺവേർഷൻ മിക്ക എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഒരു ഗ്രാഫിൽ നിന്നും മറ്റൊരു ഗ്രാഫ് എന്ത് ചെയ്യുക, വരയ്ക്കുക. പൊസിഷൻ ടൈം ഗ്രാഫിൽ നിന്നും വെലോസിറ്റി ടൈം ഗ്രാഫ് ചോദിക്കാം, അല്ലെങ്കിൽ വെലോസിറ്റിയിൽ നിന്നും പൊസിഷൻ ചോദിക്കാം, അല്ലെങ്കിൽ ആക്സിലറേഷനിൽ നിന്ന് വെലോസിറ്റി ചോദിക്കാം. അങ്ങനെ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം, മാറി മാറി ചോദിക്കാം. ഒരു ലോജിക്ക് ഐഡിയ നിങ്ങൾ എന്ത് ചെയ്യുക, യൂസ് ചെയ്താൽ മതി. ഈ ഗ്രാഫിനകത്ത് ചില പർട്ടിക്കുലർ പോർഷൻ വരെ ആ ബോഡിക്ക് മോഷൻ്റെ ഒരു പ്രത്യേകത ഉണ്ടായിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് OAയുടെ പ്രത്യേകത എന്താണ്, നമുക്കറിയാം. പൊസിഷൻ ടൈം ഗ്രാഫിനകത്ത് ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടി, ഇൻക്ലൈൻഡ് വിത്ത് ടൈം ആക്സിസ് ആണെങ്കിൽ അതെന്തായിരിക്കും, യൂണിഫോം വെലോസിറ്റി ആയിരിക്കും. ഇനി A to B എന്താണ്, ബോഡി റെസ്റ്റിലാണ്. ഇവിടെ എന്താണ്, വെലോസിറ്റി തന്നെയാണ്, യൂണിഫോം വെലോസിറ്റിയാണ്. പക്ഷേ ഇങ്ങനെ വരച്ചാൽ എന്തായിരിക്കും, അത് നെഗറ്റീവ് എന്തായിരിക്കും, വെലോസിറ്റി ആയിരിക്കും. കാരണം ബോഡി എന്ത് ചെയ്യുന്നു, 10 മീറ്റർ മുന്നോട്ട് പോകുന്നു, പിന്നെ എന്ത് ചെയ്യുന്നു, 15ാമത്തെ സെക്കൻഡ് മുതൽ 20 സെക്കൻഡ് വരെ 10 മീറ്റർ അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, തിരിച്ച് എന്ത് ചെയ്യുന്നു, 0 വരുന്നു. അപ്പോൾ അങ്ങോട്ട് പോകുന്നു, തിരിച്ച് എന്ത് ചെയ്യുന്നു, വരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഗ്രാഫ് ഒന്ന് വരച്ച് നോക്കാം. അപ്പോൾ ഞാൻ ആ ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടി ആദ്യം ഞാനൊരു ജസ്റ്റ് ഒരു ഐഡിയ നിങ്ങൾക്ക് പറഞ്ഞുതരാം എങ്ങനെ വരയ്ക്കുന്നതെന്ന്. 0 to 5 വരെ ബോഡി എന്ത് ചെയ്യുന്നു, യൂണിഫോം വെലോസിറ്റിയാണ്. 5 സെക്കൻഡ് കൊണ്ട് ആ ബോഡി എത്ര മീറ്റർ സഞ്ചരിച്ചു, 10 മീറ്റർ എന്ത് ചെയ്യുന്നു, സഞ്ചരിക്കുന്നു. 10 മീറ്റർ എന്ത് ചെയ്തു, സഞ്ചരിച്ചു. അങ്ങനെ 10 മീറ്റർ സഞ്ചരിച്ച് ഇവിടെ നിൽക്കുകയാണ്. യൂണിഫോം വെലോസിറ്റിയാണ്. ഇനി എന്താ സംഭവിക്കുന്നത്, അപ്പോൾ 5ാമത്തെ സെക്കൻഡ് ഇവിടെ നിൽക്കുകയാണ്. ഇനി 6ാം സെക്കൻഡിലും 7ാം സെക്കൻഡിലും 8ാം സെക്കൻഡിലും അങ്ങനെ 15ാം സെക്കൻഡ് വരെ ബോഡി 10 മീറ്റർ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ മൊത്തം ഇപ്പോൾ ടൈം എത്ര ആയി, 15 സെക്കൻഡായി അല്ലേ. 15 സെക്കൻഡ് ആയപ്പോഴത്തേക്കും, അതായത് 10 സെക്കൻഡ് മുതൽ 5ാമത്തെ സെക്കൻഡ് മുതൽ 10ാം സെക്കൻഡ് വരെ ബോഡി അവിടെ എന്തിലാണ്, റെസ്റ്റിലാണ്. ഇനി 15 to 20 ആണ് ബോഡി എന്ത് ചെയ്യുന്നു, തിരിച്ചെവിടെ തന്നെ വരുന്നു, ഈ വന്നിടത്ത് തന്നെ തിരിച്ചു വന്നിരിക്കുകയാണ്. മനസ്സിലായോ? ഇതിൻ്റെ ഗ്രാഫാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. എന്താണ്, വെലോസിറ്റി ടൈം ഗ്രാഫ്. അപ്പോൾ ബോഡി അങ്ങോട്ട് പോകുന്നു 5 സെക്കൻഡ്, പോസിറ്റീവ് വെലോസിറ്റിയാണ്. അപ്പോൾ എന്താ, വെലോസിറ്റി കണ്ടുപിടിക്കണം അല്ലേ. എന്താ വെലോസിറ്റി എന്ന് വെച്ചാൽ സ്ലോപ്പാണ് വെലോസിറ്റി. പൊസിഷൻ ഡയഗ്രാഫിൻ്റെ സ്ലോപ്പാണ് എന്ത്, വെലോസിറ്റി. അപ്പോൾ OAയുടെയാണ് നമ്മൾ ആദ്യം വരയ്ക്കുന്നത്. ആ ടൈം നമുക്ക് T = 0 to എന്താണ്, 5 സെക്കൻഡ് വരെ അല്ലേ. 0 to എന്താണ്, 5 സെക്കൻഡ് വരെയുള്ള ഗ്രാഫാണ് വരയ്ക്കാൻ പോകുന്നത്. ഓക്കെ, അല്ല അവിടുത്തെ വെലോസിറ്റി ആയി നമുക്ക് കണ്ടുപിടിക്കാം. വെലോസിറ്റി = y2 - y1 10 - 0 / 5 - എന്താണ് 0. അപ്പോൾ നമുക്ക് വെലോസിറ്റി എന്ത് കിട്ടി, 2 മീറ്റർ പെർ എന്ത് കിട്ടി, സെക്കൻഡ് കിട്ടി. അപ്പോൾ 0 to 5 സെക്കൻഡ് വരെ വെലോസിറ്റി എത്രയാണ്, യൂണിഫോം വെലോസിറ്റിയാണ് 2 മീറ്റർ പെർ സെക്കൻഡ്. 2 മീറ്റർ പെർ എന്താണ്, സെക്കൻഡ്. ദെൻ അങ്ങനെ 5 സെക്കൻഡ് എത്തി. ഇനി 5 to 15 എന്ത് ചെയ്യുന്നില്ല, ബോഡി എന്തില്ല, റെസ്റ്റിലാണ് അല്ലേ. അപ്പം ABയുടെ പ്രത്യേകത എന്താണ്, ABയുടെ പ്രത്യേകത അതായത് 5ാമത്തെ സെക്കൻഡ് മുതൽ 15ാമത്തെ സെക്കൻഡ് വരെ ബോഡിയുടെ പ്രത്യേകത എന്താണ്, ബോഡിയുടെ വെലോസിറ്റി എന്താണ്, 0 ആണ്. അപ്പോൾ ബോഡിയുടെ വെലോസിറ്റി എന്താണ്, 0. ബോഡിയുടെ വെലോസിറ്റി എന്താണ്, 0. എവിടം വരെയാണ്, 15ാമത്തെ സെക്കൻഡ് വരെ ബോഡിയുടെ വെലോസിറ്റി 0. ദെൻ അതിനുശേഷമോ 15 to 20 എന്താ പ്രത്യേകത, അതും യൂണിഫോം വെലോസിറ്റി തന്നെയാണ്, പക്ഷേ എന്താണ്, നെഗറ്റീവ് വെലോസിറ്റിയാണ്. അപ്പോൾ എന്താണ്, BC അല്ലേ, BC. അതായത് 15ാമത്തെ സെക്കൻഡ് മുതൽ 20ാമത്തെ സെക്കൻഡ് വരെ ബോഡിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്, അവിടുത്തെ വെലോസിറ്റി കണ്ടുപിടിക്കാം. y2 - y1 അതായത് 0 - എന്താണ് 10 / x2 - x1 അതായത് 20 മൈനസ് എന്ത് വരും, 50 വരും. അവിടെ നമുക്ക് ആൻസർ എന്ത് കിട്ടുമെന്ന് നോക്കിയേ, 10 - എന്താണ് 2. ദാറ്റ് എന്ത് കിട്ടിയാൽ നമുക്ക് മൈനസ്. ഓക്കെ, നമ്മളിവിടെ 10/5 ഇവിടെ 2 അല്ല കിടക്കുന്നത്, 5 വരുന്നത്. അപ്പോൾ മൈനസ് എന്താണ് 2 മീറ്റർ പെർ എന്താണ് സെക്കൻഡ്. അപ്പോൾ ഇവിടുത്തെ എന്താ സംഭവിക്കുന്നത്, വെലോസിറ്റി എന്തായി, നെഗറ്റീവായി. വെലോസിറ്റി എന്തായി, നെഗറ്റീവ് ആയി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരക്കണം ഗ്രാഫ്. ഇതാണ് നമ്മുടെ എന്ത് ഗ്രാഫ് എന്ന് പറയുന്നത്, വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറയുന്നത്. അതിൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണ്, 20ാമത്തെ സെക്കൻഡ് വരെയുള്ള എന്ത് കണ്ടുപിടിക്കുക, ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കുക. ഓക്കെ, ഒരു ലോജിക്ക് ഐഡിയ വെച്ചാൽ മനസ്സിലാവും. പോയ ആൾ തിരിച്ച് അവിടെ തന്നെ വരുവാണെങ്കിൽ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്തായിരിക്കും, 0 ആയിരിക്കും. മനസ്സിലായോ? അതായത് അങ്ങോട്ടേക്ക് പോയി തിരിച്ച് ഇങ്ങോട്ടേക്ക് വന്ന് ഡിസ്പ്ലേസ്മെൻറ്റ് എന്തായിരിക്കും, 0 ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് അറിയാം വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഏരിയയാണ്, എന്ത് പറയുന്നത്, ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ കേസിൽ നമ്മൾ ഇതിൻ്റെ ഏരിയ എടുക്കുമ്പോൾ ഒരു പോസിറ്റീവ് ഏരിയ ഒരു നെഗറ്റീവ് ഏരിയ വന്ന ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് കിട്ടുന്നത് 0 ആയിരിക്കും. അപ്പോൾ രണ്ടാമത്തെ ആൻസർ ഡിസ്പ്ലേസ്മെൻറ്റ് ആണ് 0. പിന്നെന്താണ്, വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്നും നിങ്ങൾ എന്തിനെ കണ്ടുപിടിക്കുക, പൊസിഷൻ വെലോസിറ്റി പൊസിഷൻ റിലേഷൻ v² = u² + 2ax എന്ന ഡെറിവേഷൻ എന്ത് ചെയ്യുക, ചെയ്യാനാണ്. ഓക്കെ, അപ്പോൾ ആ 3 ക്വസ്റ്റ്യൻ നമുക്ക് സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ്. ഇനി 2011 തന്നെ സേ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നമ്മുടെ കയ്യിൽ 2 ഗ്രാഫുണ്ട്. ഈ 2 ഗ്രാഫും 1 ഡയമെൻഷൻ മോഷനുമായിട്ട് ബന്ധപ്പെട്ട ഗ്രാഫ് അല്ല.
അതെന്തുകൊണ്ടാണ് അങ്ങനെ അല്ലെന്ന് പറയാൻ കാരണം, അതായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോൾ 2 ഗ്രാഫ് വന്നിട്ടുണ്ട്. ഈ 2 ഗ്രാഫും 1 ഡയമെൻഷൻ മോഷനുമായിട്ട് ബന്ധപ്പെട്ട ഗ്രാഫ് അല്ല എങ്കിൽ അതിന് കാരണം നിങ്ങൾ എന്ത് ചെയ്യുക, പറയുക. ഒന്നാമത്തെ ഗ്രാഫ് ഇതായിരുന്നു. ഒന്നാമത്തെ ഗ്രാഫ് അവിടെ തന്നിരുന്ന പൊസിഷനും പിന്നെ എന്തായിരുന്നു, ടൈമുമാണ്. ഇനി രണ്ടാമത്തെ ഗ്രാഫ് ഇതാണ്. അവിടുത്തെ രണ്ടാമത്തെ ഗ്രാഫ് എന്ന് പറയുന്നത് ഇവിടെ സ്പീഡായിരുന്നു, സ്പീഡല്ല, ഇത് ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് ഇവിടെ എന്തായിരുന്നു, ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഓക്കെ, ഈ ഗ്രാഫ് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഒരേ സമയത്ത് തന്നെ ഒരു ബോഡിക്കും എന്ത് ചെയ്യത്തില്ല, 2 ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകത്തില്ല. അറ്റ് എ ടൈമിൽ തന്നെ ഒരു ബോഡിക്കും എന്തുണ്ടാകത്തില്ല, 2 ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകില്ല. അപ്പോൾ അതാണ് അതിന് കാരണം. അതായത് ഒരു ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈമിൽ ഒരു ബോഡിക്ക് 2 ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്, പോസിബിൾ അല്ല. അപ്പോൾ രണ്ടാമത്തെ ഗ്രാഫ് എന്താ കാരണം തന്നിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ഒരു ടൈമിൽ നമുക്കങ്ങനെ പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇവിടെ വേറൊരു കാര്യമുണ്ട്, തന്നിരിക്കുന്ന ഡിസ്റ്റൻസ് ആണ്. എന്താ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ പാത്ത് കവേർഡ് ബൈ ആൻ ഒബ്ജക്റ്റ് ആണ്. ഒരു ബോഡി കവർ ചെയ്ത പാത്തിൻ്റെ ലെങ്ത് തന്നെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഡിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ബോഡി ഇവിടെ നിൽക്കുകയാണ്. ഈ ബോഡി എന്ത് ചെയ്യുന്നു, മുന്നോട്ടേക്ക് പോവുകയാണ്. ഇത് ഇങ്ങോട്ട് പോയി തിരിച്ചു വന്നാലും, ഇപ്പോൾ ഇത് 5 മീറ്റർ ആണെങ്കിൽ ഇത് ഇങ്ങോട്ട് പോയി തിരിച്ചു വന്നു. നമ്മൾ അതിന് ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാഫ് വരാക്കാൻ നേരത്ത് 5 മീറ്റർ പോകുന്നു, തിരിച്ചു എന്ത് ചെയ്യുന്നു, വരുന്നു. മനസ്സിലായോ? ഇനി അതിൻ്റെ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫാണ് വരക്കുന്നതെങ്കിലോ 5 മീറ്റർ പോകുന്നു, 5 മീറ്റർ പോയി തിരിച്ചു കൊണ്ടുവരുമ്പോഴത്തേക്കും ഡിസ്റ്റൻസ് എന്തല്ല, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്ത് ക്വാണ്ടിറ്റി അല്ല, ഒരു വെക്ടർ ക്വാണ്ടിറ്റി അല്ല. അപ്പോൾ 5 മീറ്ററും പിന്നെ 5 മീറ്ററും കൂടെ സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ 5 5 എന്താണ്, 10. നോക്കിയേ, ഇതാണ് നമുക്ക് അവിടെ കിട്ടുന്ന ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ്. ഒരിക്കലും ഡിസ്റ്റൻസ് എന്താകത്തില്ല, മുകളിലോട്ട് പോയ സാധനം പിന്നെ എന്ത് ചെയ്യത്തില്ല, താഴോട്ട് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, വരത്തില്ല. എപ്പോഴും ഇങ്ങനെ നമുക്ക് ഡിസ്റ്റൻസ് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, വരക്കാൻ പറ്റത്തുള്ളൂ. ഡിസ്പ്ലേസ്മെൻ്റ് ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, തിരിച്ച് വരക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇതും എന്തല്ല, 1 ഡയമെൻഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഗ്രാഫല്ല. ഒരിക്കലും ഡിസ്റ്റൻസ് എന്ത് ചെയ്യത്തില്ല, ഡിക്രീസ് ചെയ്യത്തില്ല. അതാണ് അതിന് കാരണം. ഡിസ്പ്ലേസ്മെൻ്റ് ആണെങ്കിൽ ഡിക്രീസ് ചെയ്യാൻ കാരണം അത് വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അങ്ങോട്ടാണെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും, തിരിച്ചു വരെ എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അത് 2012 മാർച്ചിലൊരു ക്വസ്റ്റ്യൻ നോക്കാം. 2012 മാർച്ചിലെ ഒരു ആക്സിലറേഷൻ ടൈം ഗ്രാഫ് തന്നിട്ടുണ്ട്. അതിൽ നിന്നും നിങ്ങൾ ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ത് ചെയ്യുക, വരയ്ക്കുക. ആക്സിലറേഷൻ ഈ ഗ്രാഫിൻ്റെ കൺവേർഷൻ നിങ്ങൾ പഠിച്ചു നോക്കുക, എളുപ്പമാണ്. പല കൂട്ടുകാരും ഗ്രാഫിൻ്റെ കൺവേർഷൻ പാടാന്ന് വെച്ചിരിക്കുകയാണ്. പാടല്ല, ഗ്രാഫിൻ്റെ കൺവേർഷൻ വളരെ എളുപ്പമാണ്. മനസ്സിലാക്കി പഠിക്കുന്നവർക്ക് വളരെ എളുപ്പമായിരിക്കും. നമുക്കൊരു ആക്സിലറേഷൻ ടൈം ഗ്രാഫ് വരക്കാം. ക്വസ്റ്റ്യനാണ് തന്നിരിക്കുന്ന ആക്സിലറേഷൻ ടൈം ഗ്രാഫാണ് ഞാനിവിടെ വരച്ചിരിക്കുന്നത്. 4 ഇതെന്താണ്, -4 1 0 2 3 2 6. ഓക്കെ, നമുക്ക് ആദ്യം അതിൻ്റെ വാട്ട് ഈസ് ദ യൂസ് ഓഫ് ആക്സിലറേഷൻ ടൈം ഗ്രാഫ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഒരു ആക്സിലറേഷൻ ടൈം ഗ്രാഫിൻ്റെ യൂസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ആക്സിലറേഷൻ ടൈം ഗ്രാഫിൻ്റെ ഒന്നാമത്തെ യൂസ് എന്ന് പറയുന്നത് നമുക്ക് ഏത് ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈമിലെയും ആക്സിലറേഷൻ നമുക്ക് എന്ത് ഉപയോഗിച്ച് പറയാൻ പറ്റും, ആക്സിലറേഷൻ ടൈം ഗ്രാഫ് ഉപയോഗിച്ച് പറയാൻ പറ്റും. പിന്നെ വേറൊരു കാര്യമുണ്ട് ഇതിനകത്ത്. അപ്പോൾ നമുക്ക് വേറൊരു കാര്യം പറയുന്നത്, ഈ ആക്സിലറേഷൻ ടൈം ഗ്രാഫിൻ്റെ ഏരിയ നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. ആക്സിലറേഷൻ ടൈം ഗ്രാഫിൻ്റെ ഏരിയ. അപ്പോൾ നോക്കിയാൽ ഇവിടെ എന്താ കിടക്കുന്ന, ആക്സിലറേഷൻ അല്ലേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഏരിയ, ജസ്റ്റ് ഇവിടുത്തെ ഏരിയ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഈ ഏരിയ എന്ന് പറയുമ്പോൾ എന്താ ഇവിടെ കിടക്കുന്നത്, എ അല്ലേ, എ. ഇപ്പോൾ ഇത് എ ആണെങ്കിൽ എ, ഇതെന്താ ടൈം അല്ലേ, എ ഇൻറ്റു എന്താണ്, ഡെൽറ്റ ടി. ഇതല്ലേ ഇവിടുത്തെ ഏരിയ എന്ന് പറയുന്നത്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, എ ഇൻറ്റു ഡെൽറ്റ ടി. എന്താണ് എ ഇൻറ്റു ഡെൽറ്റ ടി, നമുക്ക് എല്ലാവർക്കും അറിയാം. എ ഇൻറ്റു ഡെൽറ്റ ടി എന്ന് വെച്ചാൽ ഡെൽറ്റ വി ആണ്. അതായത് ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ് എന്തെന്ന് പറയുന്നത്, ഏരിയ അണ്ടർ ദി ആക്സിലറേഷൻ ടൈം ഗ്രാഫ് എന്ന് പറയുന്നത് എന്താണ്, ചേഞ്ച് ഇൻ വെലോസിറ്റി. വെലോസിറ്റി അല്ല, ചേഞ്ച് ഇൻ വെലോസിറ്റി, വെലോസിറ്റിക്ക് ഉണ്ടാകുന്ന മാറ്റം. മനസ്സിലായോ? അതായത് നമുക്കറിയാം ആക്സിലറേഷൻ എന്താണ്, ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ എന്താണ്, ടൈം അല്ലേ. ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി അല്ല ആക്സിലറേഷൻ. എങ്കിൽ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്താണ്, ആക്സിലറേഷൻ ഇൻറ്റു ടൈം അല്ലേ. അപ്പോൾ നോക്കിക്കേ, ആക്സിലറേഷൻ ഇൻറ്റു ടൈം നമുക്ക് എന്ത് കിട്ടി, ചേഞ്ചിന് എന്ത് കിട്ടി, വെലോസിറ്റി കിട്ടി. ചേഞ്ച് ഇൻ വെലോസിറ്റി, അതാണ് സംഭവം. ഓക്കെ, നമുക്ക് ഈ ഗ്രാഫിൽ നിന്നും രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ഒരു ആക്സിലറേഷൻ ടൈം ഗ്രാഫിൻ്റെ യൂസ് എന്താണ്, അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഒരു ആക്സിലറേഷൻ ടൈം ഗ്രാഫ് ഉപയോഗിച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, ചേഞ്ച് ഇൻ വെലോസിറ്റി കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിലറേഷൻ എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. അതിൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഡ്രോ വെലോസിറ്റി ടൈം ഗ്രാഫ്. ഇതിൽ നിന്ന് നിങ്ങൾ എന്ത് വരക്കുക, വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ത് ചെയ്യുക, വരയ്ക്കുക. അപ്പോൾ നമുക്കിങ്ങനെ വെലോസിറ്റി ടൈം ഗ്രാഫ് വരക്കാം. വെലോസിറ്റി ടൈം ഗ്രാഫ്, ടൈമിന് ഒരിക്കലും മാറ്റം ഉണ്ടാകത്തില്ല അല്ലേ. വെലോസിറ്റി ടൈം ഗ്രാഫ് ശ്രദ്ധിക്കുക, ഞാൻ നേരത്തെ പറഞ്ഞു ഇത് ആക്സിലറേഷനായിട്ട് എടുക്കുകയാണെങ്കിൽ ഇതെന്തായിരിക്കും, ഡീസിലറേഷൻ ആയിരിക്കും, റിട്ടാർഡേഷൻ ആയിരിക്കും.
ഇത് ആക്സിലറേഷൻ ആണെങ്കിൽ ഉറപ്പായിട്ടും എന്തായിരിക്കും, റിട്ടാർഡേഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. 0 to 3 സെക്കൻഡിൽ ബോഡിയുടെ എന്ത് കണ്ടുപിടിക്കാം, ചേഞ്ച് ഇൻ വെലോസിറ്റി കണ്ടുപിടിക്കാം. എന്തെടുത്താൽ മതി, ഏരിയ എടുത്താൽ മതി. അപ്പോൾ ഇനിഷ്യലി ബോഡി സ്റ്റാർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് റെസ്റ്റിൽ നിന്നാണ് ബോഡി എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി v ഈക്വൽ ടു എന്തായിരിക്കും, 0 ആയിരിക്കും. അതായത് ഇനിഷ്യൽ വെലോസിറ്റി എന്താണ്, 0 ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് 0 to 3 സെക്കൻഡ് നമുക്ക് ഇവിടുത്തെ ഏരിയ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഇവിടുത്തെ ഏരിയ, അപ്പോൾ 0 to 3 സെക്കൻഡിൽ ഏരിയ കണ്ടുപിടിക്കാൻ നേരത്തെ നമുക്ക് അവിടുത്തെ എന്ത് കിട്ടും, ചേഞ്ച് ഇൻ വെലോസിറ്റി കിട്ടത്തില്ലേ. യൂണിഫോം ആക്സിലറേഷൻ ആണ്, ഗ്രാഫ് കണ്ടാലറിയാം എന്താണ് യൂണിഫോം ആക്സിലറേഷൻ ആണ്. ആക്സിലറേഷൻ ചേഞ്ച് ഇല്ല എങ്കിൽ നമുക്കറിയാം ആക്സിലറേഷൻ ചേഞ്ച് ഇല്ലെങ്കിൽ വെലോസിറ്റി ടൈം ഗ്രാഫ് ഇങ്ങനെയല്ലേ വരക്കേണ്ടത്. ഓക്കെ, പക്ഷേ നമുക്ക് എന്തില്ല, ഫൈനൽ വെലോസിറ്റി അറിയത്തില്ല. എങ്ങനെ ഫൈനൽ വെലോസിറ്റി കണ്ടുപിടിക്കാം, ഈ റിലേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും, ചേഞ്ച് ഇൻ വെലോസിറ്റി ആയിരിക്കും. ഓർക്കുക, ആക്സിലറേഷൻ ടൈം ഗ്രാഫിൻ്റെ ഏരിയ വെലോസിറ്റി അല്ല, ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ്. അപ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി നമുക്ക് 0 ആയിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഏരിയ ഒന്ന് കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ ഈ ഗ്രാഫിൻ്റെ ഏരിയ എന്ന് പറഞ്ഞ് ഏരിയ ഫസ്റ്റിലത്തെ ഒന്നാമത്തെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഏരിയ ഈക്വൽ ടു 4 ഇൻറ്റു എന്താണ് 3, എത്ര കിട്ടി നമുക്ക്, 12 എന്ന് കിട്ടി. എന്താ കിട്ടി, ചേഞ്ച് ഇൻ വെലോസിറ്റിയാണ് 12 കിട്ടിയിരിക്കുന്നത്. എന്താണ് ചേഞ്ച് ഇൻ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി മൈനസ് എന്താണ് ഇനിഷ്യൽ വെലോസിറ്റി സമം 12 എന്ന് കിട്ടിയാൽ എന്തായിരിക്കും ഇനിഷ്യൽ വെലോസിറ്റി നമുക്കറിയാം 0 അല്ലേ, എങ്കിൽ എന്താണ് ഫൈനൽ വെലോസിറ്റി, 12 എന്ന് കിട്ടി. അപ്പോൾ മൂന്നാമത്തെ സെക്കൻഡ് എത്തുമ്പോൾ ആ ബോഡിയുടെ വെലോസിറ്റി എന്താകും 12 ആകും. ആ ബോഡിയുടെ വെലോസിറ്റി എത്ര ആകും, 12 ആകും. ഓക്കെ, 12 ആയി. ഇനി ഇപ്പോൾ ബോഡിയുടെ വെലോസിറ്റി ഇപ്പോൾ എത്രയാണ്, 8 അല്ലേ. ഇപ്പോൾ ബോഡിയുടെ വെലോസിറ്റി എന്താണ്, 8ലാണ് ബോഡിയുടെ വെലോസിറ്റി നിൽക്കുന്നത്. ഈ ബോഡി എന്ത് ചെയ്യുന്നു, ഇനി നമുക്കറിയാം റിട്ടാർഡേഷൻ ആണല്ലേ, എൻ്റെ വെലോസിറ്റി എന്ത് ചെയ്യും, കുറയുകയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഈ സെക്കൻഡ് റീജിയൻ എടുത്തിട്ട് അവിടുത്തെ നമുക്ക് ഏരിയ ഒന്ന് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാം. അപ്പോൾ സെക്കൻഡ് റീജിയൻ്റെ ഏരിയ നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. എന്താണ് സെക്കൻഡ് റീജിയൻ്റെ ഏരിയ നമുക്ക് കിട്ടി നോക്കാം. ഓക്കെ, സെക്കൻഡ് റീജിയൻ്റെ ഏരിയ സമം ഇവിടുത്തെ എന്താണ് -4 ഇൻറ്റു 3. -4 ഇൻറ്റു 3 നമുക്ക് എല്ലാവർക്കും അറിയാം മൈനസ് എന്താണ് 12 എന്നാണ് കിടക്കുന്നത്. ഏരിയ എന്ന് വെച്ചാൽ എന്താണ്, ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ്. എങ്ങനെ ചേഞ്ച് ഇൻ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി മൈനസ് എന്താണ് ഇനിഷ്യൽ വെലോസിറ്റി. എന്താണ് ഇവിടുത്തെ ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത്, ഇവിടുത്തെ ഫൈനൽ വെലോസിറ്റി 12 ആണ്. ഫൈനൽ വെലോസിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇനിഷ്യൽ വെലോസിറ്റി എന്താണ്, 12 ആണ്. അപ്പോൾ ഫൈനൽ വെലോസിറ്റി മൈനസ് എന്താണ് ഇനിഷ്യൽ വെലോസിറ്റി എത്രയാണ്, 12 അല്ലേ. 12. അപ്പോൾ എന്ത് കിട്ടി, വി ഫൈനൽ വെലോസിറ്റി ഈക്വൽ ടു നമുക്ക് എന്തായാലും കിട്ടുന്നത് -12 പ്ലസ് എന്താണ് 12. നമുക്ക് ആൻസർ എന്ത് കിട്ടും, 0 കിട്ടും. അപ്പോൾ ഫൈനൽ വെലോസിറ്റി എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ എന്താ പ്രത്യേകത, 0 to 6 സെക്കൻഡിൽ എന്താ സംഭവിക്കുന്നത്, 12 നിന്നും ആ ബോഡിയുടെ വെലോസിറ്റി ഇപ്പോൾ എങ്ങോട്ടേക്കായി, 0-ലോട്ടായി. ഓക്കെ, അതിൻ്റെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് 3 സെക്കൻഡിൽ, ആദ്യത്തെ 3 സെക്കൻഡിൽ അതിന് എന്ത് കണ്ടുപിടിക്കുക, ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കുക. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഇതായിരുന്നു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, ആദ്യത്തെ 3 സെക്കൻഡിൽ അതിന് എന്ത് കണ്ടുപിടിക്കുക, ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കുക. നമുക്കറിയാം ഇപ്പോൾ നമുക്ക് ഓൾറെഡി ഇപ്പം വെലോസിറ്റി ടൈം ഗ്രാഫ് കിട്ടിക്കഴിഞ്ഞു. വെലോസിറ്റി ടൈം ഗ്രാഫ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്നും നമുക്കറിയാം ഏരിയ എന്ന് പറയുന്നതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. ഏരിയ നമുക്കത് കണ്ടുപിടിച്ച് നോക്കാം അല്ലേ. ഏരിയ വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഏരിയ എന്താണ്, ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ എന്ത് കിട്ടി, 12 ഇൻറ്റു 3 നമുക്ക് എത്ര കിട്ടും, 12 ഇൻറ്റു എന്താണ് 3 നമുക്ക് എത്ര കിട്ടും, 36 എന്ന് കിട്ടും. ഇതാണ് അവിടുത്തെ ഏരിയ അണ്ടർ ദി കർവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയായിരുന്നു അവിടുത്തെ ക്വസ്റ്റ്യൻ. നമുക്കിനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം നോക്കാം. 2012 സേ ക്വസ്റ്റ്യൻ, 2012 സേ ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഒരു കുഴപ്പമുണ്ട്, ഇത് ഏരിയ മീറ്ററാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ 2013 സേ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 2 ഗ്രാഫ് വന്നിട്ടുണ്ട്. ഇത് എന്തുകൊണ്ടാണ് 1 ഡയമെൻഷൻ മോഷനിലുള്ള ഗ്രാഫ് ആകാത്തത്. ഓക്കെ, ആ 2 ഗ്രാഫ് ഞാനൊന്ന് വരച്ചു തരാം. ഒന്നാമത്തെ ഗ്രാഫ് ഇതാണ്, രണ്ടാമത്തെ ഗ്രാഫ് ഇതാണ്. ഇതാണ് ആ 2 ഗ്രാഫ്. കുഞ്ഞുങ്ങളെ ഒന്നുമില്ല, 2 ഗ്രാഫിൻ്റെയും പ്രത്യേകത ഒരു പർട്ടിക്കുലർ ടൈമിൽ ഒരിക്കലും ഒരു ബോഡിക്ക് 2 പൊസിഷൻ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അറ്റൈൻ ചെയ്യാൻ കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ ഈ 2 ഗ്രാഫ് എന്താണ്, തെറ്റാണ്. ഇങ്ങനെ ഒരു ഓക്കെ, അടുത്ത നമുക്ക് 2013 സേ ക്വസ്റ്റ്യൻ നോക്കാം. ഈ സേ ക്വസ്റ്റ്യനകത്ത് മിക്കതും ആക്സിലറേഷൻ ടൈം ഗ്രാഫിൻ്റെ ക്വസ്റ്റ്യനാണ് കാണുന്നത്. ഓക്കെ, ആക്സിലറേഷൻ ടൈം ഗ്രാഫാണ് തന്നിരിക്കുന്നത്. ഇതിൽ നിന്നും എന്ത് വരക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ത് ചെയ്യുക, വരയ്ക്കുക.
നമുക്ക് എല്ലാവർക്കും അറിയാം വെലോസിറ്റി ടൈം ഗ്രാഫ് വരക്കാൻ എന്ത് ചെയ്താൽ മതി? ഇവിടെ എന്താണ് വെലോസിറ്റി, ഇവിടെ എന്താണ് ടൈം. ഇത് യൂണിഫോം ആക്സലറേഷൻ അല്ലേ? യൂണിഫോം ആക്സലറേഷൻ്റെ ഗ്രാഫ് വരക്കുന്നത് എങ്ങനെയാണ്? ഇത് ഇങ്ങനെയാണ് വരക്കുന്നത്. ഇത്രയുള്ള പരിപാടി. ഇനി വേണമെങ്കിൽ ഇങ്ങനെ വരക്കാം, കുഴപ്പമൊന്നുമില്ല. കാരണം ബോഡി ഇനിഷ്യലി റെസ്റ്റിലാണോ അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബോഡിയാണോ ഒന്നും പറയുന്നില്ല. അപ്പോൾ എങ്ങനെ വരച്ചാൽ എന്താണ് ആൻസർ? എന്താണ് ശരിയാണ്. ജസ്റ്റ് ഇങ്ങനെ വരച്ചാൽ മതി, കുഴപ്പമില്ല. വെലോസിറ്റി ടൈം ഗ്രാഫ് യൂണിഫോം ആക്സലറേഷനാണ്. അപ്പോൾ എന്താ പ്രത്യേകത? വെലോസിറ്റി ടൈം ഗ്രാഫിനകത്ത് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചാൽ പരിപാടി കഴിഞ്ഞു. ഓക്കെ, അടുത്ത് വാട്ട് ഈസ് എ ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ്? വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഏരിയ ഡിസ്പ്ലേസ്മെൻറ്റ് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. പിന്നെ അതിൻ്റെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 2 മാർക്കിൻ്റെയാണ്. വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്നും പൊസിഷൻ ടൈം റിലേഷൻ എന്ത് ചെയ്യുക? ഡിറൈവ് ചെയ്യുക. നമുക്ക് ഓൾറെഡി അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണത്. 2014 മാർച്ചിലെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഡ്രോ വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എ ബോഡി മൂവിങ് ദ യൂണിഫോം ആക്സലറേഷൻ എ ആൻഡ് ഇനിഷ്യൽ വെലോസിറ്റി V0. ഇനിഷ്യലി V0 എന്ന് പറയുന്ന വെലോസിറ്റി. അപ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി എന്താണ്? നമുക്കിവിടെ V0 എന്ന് വിളിക്കാം. ബോഡി പോകുന്ന യൂണിഫോം ആക്സലറേഷൻ ആണ്. വെലോസിറ്റി ടൈം ഗ്രാഫിനകത്ത് യൂണിഫോം ആക്സലറേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്? സ്ട്രെയിറ്റ് ലൈൻ വരച്ചാൽ മതി. ഇതാണ് നമ്മുടെ ഗ്രാഫ്. അങ്ങനെ ബോഡിയുടെ വെലോസിറ്റി T ടൈം കൊണ്ട് ബോഡിയുടെ വെലോസിറ്റി എന്തായി? V ആയി. അതായിരുന്നു ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അത് നമുക്കറിയാവുന്നതാണ്. ഈ ഗ്രാഫ് ഉപയോഗിച്ച് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഈ ഗ്രാഫ് ഉപയോഗിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? വെലോസിറ്റി പൊസിഷൻ ടൈം റിലേഷൻ എന്ത് ചെയ്യുക? ഉണ്ടാക്കിയെടുക്കുക. XT റിലേഷൻ എന്ത് ചെയ്യുക? ഉണ്ടാക്കിയെടുക്കുക. നമുക്കറിയാം ഇതിൻ്റെ ഏരിയ കണ്ടുപിടിച്ചാൽ മതി. നമ്മൾ ഓൾറെഡി അത് ഡിസ്കസ് ചെയ്തതാണ്. ഇനി 2015 മാർച്ചിലെ ക്വസ്റ്റ്യൻ നോക്കാം. അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഒരു തന്നിരിക്കുന്നത് ഒരു പൊസിഷൻ ടൈം ഗ്രാഫാണ് തന്നത് ക്വസ്റ്റ്യനകത്ത്. ആ പൊസിഷൻ ടൈം ഗ്രാഫിൽ നിന്നും രണ്ടാമത്തെ സെക്കൻഡിലും മൂന്നാം സെക്കൻഡിലും ഉള്ള എന്ത് കണ്ടുപിടിക്കുക? വെലോസിറ്റി എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. ടൈം T = 2 സെക്കൻഡ് ടു 3 സെക്കൻഡ് വരെയുള്ള ആ ബോഡി ആ 2 മുതൽ 3 സെക്കൻഡ് വരെ സഞ്ചരിച്ചാൽ എന്ത് കണ്ടുപിടിക്കുക? വെലോസിറ്റി എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. ഇതാണ് നമ്മുടെ ഗ്രാഫ്. ഇങ്ങനൊരു ഗ്രാഫായിരുന്നു. 5, 10, 40, 30, 10, 30. 1, 2, 3, 4. ഓക്കെ, അപ്പോൾ രണ്ടാം സെക്കൻഡിലും മൂന്നാം സെക്കൻഡ് അടക്കമുള്ള എന്ത് കണ്ടുപിടിക്കുക? വെലോസിറ്റി എന്ത് ചെയ്യുക? കണ്ടുപിടിക്കാനായിരുന്നു ക്വസ്റ്റ്യൻ. നമുക്കറിയാം പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? വെലോസിറ്റി കിട്ടും. എങ്ങനെയാണ് സ്ലോപ്പ് കണ്ടുപിടിക്കുന്നത്? സ്ലോപ്പ് = y2 - y1. അപ്പോൾ നമ്മൾ ഈ 2 പോയിന്റിൽ എടുത്തിരിക്കുന്നത് ഇവിടെ നമുക്ക് കോർഡിനേറ്റ് ആയിട്ട് എഴുതുവാണെങ്കിൽ 330 എന്ന് കിട്ടും. ഇവിടുത്തെ കോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ 10 എന്ത് കിട്ടും? 2 എന്ത് കിട്ടും? 10 കിട്ടും. y2 - y1 30 മൈനസ് എന്താണ്? 10 ഡിവൈഡഡ് ബൈ 3 മൈനസ് എന്താണ്? 2 എന്ത് കിട്ടും നമുക്ക് ആൻസർ? 20 ഡിവൈഡ് ബൈ 1 ദാറ്റ് മീൻസ് 20 മീറ്റർ പെർ എന്താണ്? സെക്കൻഡ്. ഓക്കെ, ഇതായിരുന്നു ക്വസ്റ്റ്യൻ. ഓക്കെ, അതിൻ്റെ 2017 ഒരു ക്വസ്റ്റ്യൻ നോക്കാം. പൊസിഷൻ ടൈം ഗ്രാഫ് തന്നിട്ടുണ്ട്. ഒരു ബോഡിയുടെ പൊസിഷൻ ടൈം ഗ്രാഫും അതുപോലെ തന്നെ അടുത്ത ബോഡിയുടെ വെലോസിറ്റി ടൈം ഗ്രാഫ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇത് ബോഡിയുടെ പൊസിഷൻ ടൈം ഗ്രാഫ്, ഇത് ബോഡിയുടെ വെലോസിറ്റി ടൈം ഗ്രാഫ്. θ1 ഈസ് ഗ്രേറ്റർ ദാൻ θ2 എന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇത് എ എന്ന് പറയുന്ന ഒരു റണ്ണർ, ഇത് ബി എന്ന് പറയുന്ന റണ്ണർ. എങ്കിൽ ഏത് റണ്ണറാണ് ആദ്യം എത്തുന്നത്? ആരാണ് വിജയിക്കുന്നത്? മത്സരത്തിൽ വിജയിക്കുന്ന ആരാണെന്ന് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ആംഗിൾ വെച്ച് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. കാരണം ഈ ബോഡിയുടെ പ്രത്യേകത ഇവിടെ യൂണിഫോം വെലോസിറ്റിയിലും ഈ ബോഡിയുടെ പ്രത്യേകത യൂണിഫോം ആക്സിലറേഷനിലുമാണ്. അതായത് ഇവിടുത്തെ വെലോസിറ്റി എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ വെലോസിറ്റിക്ക് എന്തില്ല? മാറ്റമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇയാളൊരു കോൺസ്റ്റൻറ്റ് സ്പീഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ആളോ അയാളുടെ സ്പീഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആരായിരിക്കും റേസ് വിൻ ചെയ്യുന്നത്? ബി ആയിരിക്കും എന്ത് ചെയ്യുന്നത്? റേസ് വിൻ ചെയ്യുന്നത്. അപ്പോൾ അതായിരുന്നു അവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ, ഓഡ് 1 നിങ്ങൾ എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. ഓഡ് 1 ഏതാണെന്ന് കണ്ടുപിടിക്കുക. ഞാൻ കുറച്ച് ഗ്രാഫ് വരക്കാം. അതിൽ ഓഡ് 1 അതായത് ഒറ്റയാനെ കണ്ടെത്തുക. ഓക്കെ, ഫസ്റ്റത്തെ ഗ്രാഫ് ആക്സിലറേഷൻ ടൈം ഗ്രാഫാണ്. സെക്കൻഡ് പൊസിഷൻ ടൈം ഗ്രാഫാണ്.
തേർഡ് പൊസിഷൻ ടൈം ഗ്രാഫാണ്. ഫോർത്ത് വെലോസിറ്റി ടൈം ഗ്രാഫാണ്. ഫിഫ്ത്തും എന്ത് തന്നെയാണ്? വെലോസിറ്റി ടൈം ഗ്രാഫാണ്. ഇതിൽ ഓട് വേണേൽ കണ്ടുപിടിക്കുക. നമുക്ക് ഓരോ ബോഡിയുടെ പ്രത്യേകം നോക്കാം. ഇതിവിടെ നിൽക്കട്ടെ. ഇതെന്താണ്? ആക്സിലറേഷൻ മാറുമല്ലേ, എങ്കിൽ ഇതെന്താണ്? ജെർക്കിംഗ് മോഷനാണ്. ഓക്കെ, അതായത് ഇവിടുത്തെ ആക്സിലറേഷൻ എന്തല്ല? യൂണിഫോം അല്ല. ഇവിടെ നോക്കുവാണെങ്കിൽ മനസ്സിലാവും യൂണിഫോം ആക്സിലറേഷൻ. യൂണിഫോം എന്താണ്? റിട്ടാർഡേഷൻ. യൂണിഫോം ആക്സിലറേഷൻ. യൂണിഫോം എന്താണ്? ആക്സിലറേഷൻ. ഇവിടുത്തെ എല്ലാം ആക്സിലറേഷൻ്റെ ചേഞ്ച് എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇവിടെയെല്ലാം യൂണിഫോം ആക്സിലറേഷൻ അല്ലെങ്കിൽ യൂണിഫോം റിട്ടാർഡേഷൻ ആണെങ്കിൽ ഇവിടെ എന്തല്ല? ആക്സിലറേഷൻ എന്തല്ല? കോൺസ്റ്റൻ്റ് അല്ല. ഇവിടെയെല്ലാം ആക്സിലറേഷൻ എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. റിട്ടാർഡേഷൻ ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവിടെ എന്താണ്? ആക്സിലറേഷൻ എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്താണ്? ഇവിടെ ആക്സിലറേഷൻ ഒരു വേരിയബിൾ ആണ്. കോൺസ്റ്റൻ്റ് ആണോ? അല്ല. അതുകൊണ്ട് തന്നെ ഏതാണ് ഒറ്റയാൻ? ഈ ആക്സിലറേഷൻ ടൈം ഗ്രാഫാണ് ഒറ്റയാൻ എന്ന് പറയുന്നത്.